എങ്ങനെ ഈ ട്രേഡിങ്ങും ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി എല്ലാം അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് എങ്ങനെയാ അതെന്താ? എൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള എൻ്റെ എക്സ്പോഷർ തുടങ്ങുന്നത് 1991 ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഉടനെ. ഡെഫിനറ്റ്ലി അദ്ദേഹം വളരെ പോപ്പുലർ ആയിരുന്നു ആ സ്കാം കാര്യങ്ങളൊക്കെ. പിന്നീട് കുറച്ച് മറന്നു വന്ന സമയത്താണ് ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടം വരുന്നത്. സ്റ്റോക്ക് അനാലിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നതിൽ തന്നെ ഒരു പ്രൈമറി ആണ് ഹർഷത് മേത്തയാണ്. ജോലി റിസൈൻ ചെയ്തതിൽ ഇപ്പം ഇതിന് റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? ലോസ് എടുക്കുന്നതിന്റെ പെയിൻ ഓഫ് ടേക്കിംഗ് ലോസ് 90 times more than pleasure you get from profit. ഇത് എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈഫിൻ ടിവിസ് മാർക്കറ്റ് ഹീറോസ്. അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര്, മാർക്കറ്റ് ഹീറോസ്. ഓക്കെ. സാറിൻ്റെ പ്രൊഫൈലിൽ ഞാൻ എങ്ങനെ വെൻ ഐ ഗോ ത്രൂ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പേര് വിജയിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ട്രേഡിങ്ങിലാണെങ്കിൽ കൂടി വിജയിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണെന്ന്. അതായത് അവരുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് അവർ വിജയിക്കാത്തത്. സോ അതെന്താ അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്താണ് എൻ്റെ ബേസ്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുമല്ലോ. ഓക്കെ. ഞാൻ ഒരു ബിഹേവിയറൽ ഫൈനാൻസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. ബിഹേവിയറൽ ഫൈനാൻസ് ആൻഡ് ട്രേഡിംഗ് സൈക്കോളജി, ഇതാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. ഇതിലേക്ക് വരാനായിട്ട് ഈ രണ്ട് ക്വാളിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, എനിക്ക് സൈക്കോളജിയിലൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, ഫൈനാൻസിലൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. യൂഷ്വലി ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അത് ചിലപ്പോൾ സംഭവിക്കാം, ഫൈനാൻസിൻ്റെ കൂടെ സൈക്കോളജി. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതില്ല. എനിക്ക് പ്യുവർ ഫുൾ ടൈം മാസ്റ്റേഴ്സാണ് ഉള്ളത്. ഈ 2 വർഷം പഠിച്ചിട്ടുള്ള മാസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കരിയർ 1992 സ്റ്റാർട്ട് ചെയ്തത് ഇൻഷുറൻസിലാണ്. ഇൻഷുറൻസ് ഇൻഡസ്ട്രി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് 1991. ആ സമയത്ത് പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. 92, 97, 98 പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇൻഷുറൻസിൽ മോശമില്ലാത്തൊരു ഐഡിയ ഉണ്ട്. 2 കാര്യമുണ്ട്. ഒന്ന്, പ്രൈവറ്റ് സെക്ടർ ഇല്ല. 2, കമ്പ്യൂട്ടേഴ്സ് ഇല്ല. അപ്പോൾ ഞങ്ങൾ മാനുവലി ചെയ്യുക, എന്തെങ്കിലും റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ മാനുവലി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ ഇൻഷുറൻസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഏകദേശം 98, 99 IT ബൂം വന്നു. അപ്പോൾ ഇൻഷുറൻസിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഫൈനാൻസിലൊരു മാസ്റ്റേഴ്സ് എനിക്കുണ്ട്. അനുസരിച്ച് മാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ MCOM, വേറെ വലിയ ഇതൊന്നുമില്ല, MCOM ഉണ്ട്. എന്നിട്ട് IT ബൂം വരുന്നു, 99 IT ബൂം വരുന്നു. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് ടെക്നോളജി ഒരു IT കമ്പനിയിലോട്ട് മാറുന്നു, ഇൻഡോറിലോട്ട്. ആ കമ്പനി ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനീസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ റോള് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് അവരുടെ റിക്വയർമെൻ്റ് എന്താണെന്ന് ചോദിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. അത് കൊണ്ടുവന്നിട്ട് ഒരു പ്രോഗ്രാമറിനെ കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യിച്ചിട്ട് കൊടുക്കുക. ഇതായിരുന്നു എൻ്റെ റോൾ. പതിയെ കമ്പനീസ് മാറി. അങ്ങനെ ഞാൻ അതിനകത്ത് പ്രോഗ്രസ് ആയി. ഇൻഷുറൻസിൽ നിന്ന് പതുക്കെ ബാങ്കിങ്, ഫൈനാൻഷ്യൽ സർവീസസ്, ക്യാപിറ്റൽ മാർക്കറ്റ്. ഞാൻ ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ടെക്നോളജി, ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ്, IT, പിന്നെ ക്യാപിറ്റൽ ഇൻഷുറൻസിന്റെ BFSI എന്നവർ പറയും, ബാങ്കിങ്, ഫൈനാൻസ്, ഇൻഷുറൻസ്, സെക്യൂരിറ്റീസ്. അതാണ് ഐടിയിലൊരു ടെർമിനോളജി അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ ട്രേഡ് ഫൈനാൻസ്, അങ്ങനെ ഓരോരോ ഫൈനാൻസിന്റെ ഏരിയയിൽ വർക്ക് ചെയ്തു, ഓപ്പർച്യൂണിറ്റി കിട്ടി വർക്ക് ചെയ്തു. അവസാനം ക്യാപിറ്റൽ മാർക്കറ്റിലും വർക്ക് ചെയ്തു. ക്യാപിറ്റൽ മാർക്കറ്റിൽ പെർട്ടിക്കുലർ US. ഓക്കെ. അത് 2014 വരെ. അതിനും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള എൻ്റെ എക്സ്പോഷർ തുടങ്ങുന്നത് 1991 ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഉടനെ. ആ സമയത്ത് നമ്മുടെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സമയമാണ്. അപ്പം ഇവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ഓർഡർ ബോംബെയിൽ വിളിച്ച് പറയുന്നു, അവിടെ നിന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു പ്രോസസ്സാണ്. പേപ്പറുകളിൽ വലിയ കോളത്തിൽ ഷെയർ പ്രൈസ് എഴുതി വരും. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ്
ഓപ്പൺ പ്രൈസ്, അങ്ങനെ മുഴുവൻ ഹൈ ലോ ട്രേഡ് നടന്ന മുഴുവൻ പ്രൈസും ഈ ഇതിലെഴുതി വരും, പേപ്പറിൽ വരും, ന്യൂസ് പേപ്പറിൽ വരും. അപ്പോൾ നമ്മൾ ബ്രോക്കറിൻ്റെ അടുത്ത് പോകുന്നു, അയാൾക്ക് ഓർഡർ നമ്മൾ പറയുന്നു, എനിക്ക് വേണ്ടി റിലയൻസ് നിങ്ങൾ 100 റിലയൻസ് മേടിക്കും. അപ്പോൾ അയാൾ പോകുന്നു, മേടിക്കുന്നു, 1-2 ദിവസം കഴിഞ്ഞ് അയാൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വിലയ്ക്കാണ് മേടിച്ചത് നമുക്കതൊന്നും അറിയില്ല. എന്നിട്ട് പേപ്പറിൽ കണ്ട ഒരു റേറ്റ് അയാൾ നമ്മുടെ അടുത്ത് പറയും. അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എക്സ്പോഷർ. അപ്പോൾ ഒരു ഹർഷദ് മേത്തയുടെ ബൂം ഉണ്ടായിരുന്നു 90s. അപ്പോൾ ഒരുപാട് ആളുകൾ എക്സൈറ്റ് ആയി, ഒരുപാട് ആളുകൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നു. അപ്പോൾ ഈ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ വളരെ ആക്റ്റീവാണ്. ഞാൻ ആലപ്പുഴ സൈഡിൽ നിന്നാണ് വരുന്നത്, ആലപ്പുഴക്കാരനാണ് ഞാൻ. അപ്പം ആലപ്പുഴയിൽ നിന്ന് ഒരു ഇങ്ങനെ ഒരു ട്രെയിൻ നിറച്ച ആളുകളാണ് രാവിലെ ഈ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് വരുന്നത്. അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ. പിന്നെ ഹർഷദ് മേത്ത കൊളാപ്സ് ആയി, അതെല്ലാം അങ്ങ് തകർന്ന് ഇതായിപ്പോയി. ഈ ഹർഷദ് മേത്തനെ കുറിച്ച് പറയുമ്പോഴാണ് ഡെഫിനറ്റ്ലി അദ്ദേഹം വളരെ പോപ്പുലർ ആയിരുന്നു ആ സ്കാം കാര്യങ്ങളൊക്കെ. പിന്നീട് കുറച്ച് മറന്നു വന്ന സമയത്താണ് ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടം വരുന്നത്. അത് വന്നോടുകൂടി വീണ്ടും ഹർഷദ് മേത്തയുടെ കാര്യം കൂടുതൽ പേര് അന്വേഷിക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി. ഹർഷദ് മേത്ത ഞാനതിന്റെ ടെക്നിക്കാലിറ്റിയിലൊന്നും പോകുന്നില്ല, പക്ഷേ അങ്ങേര് ഒരു നല്ലൊരു അനലിസ്റ്റ് ആയിരുന്നു പുള്ളി. ഈ സ്റ്റോക്ക് അനാലിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നതിൽ തന്നെ ഒരു പ്രൈമറി ആള് ഹർഷദ് മേത്തയാണ്. അങ്ങനെ എന്തൊക്കെയോ പരിപാടി കാണിച്ചു, ബാങ്കിന്റെ പൈസ ഇതിനോട്ട് ഇത് ചെയ്യുമോ എന്തോ ചെയ്തിട്ടുണ്ട് പുള്ളി. പക്ഷേ അത് പറയുന്നത് ഇന്റർനാഷണൽ ബാങ്ക്സ് ഓൾറെഡി ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നാണ് പറയുന്നത്. നമ്മളതിന് അതല്ലല്ലോ നമ്മുടെ ഡിസ്കഷൻ. അപ്പൊ അതിനകത്ത് നമ്മൾ അധികം പോകുന്നില്ല, അതിനകത്ത് അല്ലെങ്കിൽ അതിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പം അല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാണ്. അന്ന് മുതൽ ഓൺ ആൻഡ് ഓഫ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു റിലയൻസിന്റെ പ്രൈസ് 96 ആണെന്ന് തോന്നുന്നു. 96 രൂപയായിരുന്നു റിലയൻസിന്റെ പ്രൈസ്. അതൊരു 100 എണ്ണം മേടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത്, പക്ഷെ നമ്മൾ ചെയ്യില്ലല്ലോ. നമ്മൾ ട്രേഡിങ്ങിനും ഇതിനിങ്ങനെ എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അന്ന് മുതൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പരിചയമുണ്ട്. പിന്നെ 2000 ആണെന്ന് തോന്നുന്നു ഓട്ടോമേഷൻ ആയിട്ട് വരുന്നു. പിന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ആവുന്നു 2002. അപ്പോൾ 2002 മുതൽ ഞാൻ ഓപ്ഷൻസിലുണ്ട്. ഓപ്ഷൻസ് ട്രേഡ് ചെയ്തതിന് 2002 മുതൽ NSEയുടെ ഓപ്ഷൻസ് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും പോലെ ഓൺ ഓഫ് കണ്ടിന്യൂസ് അല്ല. ഈ എന്താ പറയുക, മാർക്കറ്റ് വിസിറ്റേഴ്സ്, മാർക്കറ്റ് ഗസ്റ്റ്സ് എന്നൊക്കെ അവർ പറയും. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നു, കുറച്ച് പണം കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു, പിന്നെ വേറെ എവിടെയെങ്കിലും പണം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. 2011-12 ഞാൻ US-ലായിരുന്നു. TCS-ന് വേണ്ടി വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ US-ലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുമായിരുന്നു. അത് വളരെ എഫിഷ്യൻറ്റ് മാർക്കറ്റാണ് US മാർക്കറ്റ്. അപ്പോൾ ഓപ്ഷൻസിനെ കുറിച്ച് താങ്കൾ ചോദിക്കുമ്പോൾ ഞാൻ US മാർക്കറ്റിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് ചെയ്തിരുന്നു സാർ. US മാർക്കറ്റിൽ ഞാൻ US-ൽ ഇരുന്നിട്ട് ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യുമായിരുന്നു. ഇന്ത്യയിലൊന്നുമല്ല, US-ൽ ഇരുന്നിട്ട് ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യുമായിരുന്നു. അത് 2012-13. പിന്നെ കുറേ വർഷം ഇങ്ങനെ IT-ലും ഇതൊക്കെ ആയപ്പോൾ എനിക്കാകെ മടുത്തു. പിന്നെ ഞാൻ ആ ജോലി അങ്ങ് കയറി റിസൈൻ ചെയ്തു, ഒരു കാര്യമില്ലാതെ. ഒരു കൊറോണയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കൊറോണയും അങ്ങനെയുള്ള സംഭവം നമുക്കില്ല. പക്ഷെ എൻ്റെ ഇൻട്രസ്റ്റ് സൈക്കോളജി, സ്പിരിച്വാലിറ്റി അതിൽ പോയി. ജോലി റിസൈൻ ചെയ്തതിൽ ഇപ്പം എന്തെങ്കിലും റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? ഇല്ല, റിഗ്രറ്റ് ഒന്നും ഇല്ല. ഞാൻ ഫ്രീ ആയി, ഫ്രീഡം ഉണ്ടായി അല്ലേ? ജീവിതത്തിന് വേറൊരു സൈഡ് കൊണ്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഈ 9 to 5 ജോബ്, 9 to 5 ഒന്നുമല്ല, 7 to night വരെ, വേണ്ടപ്പോൾ അത്ര വരെ ജോബ്. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിലെ ഡിസിഷൻസ് വേറെ ആരെങ്കിലും ഒക്കെ എടുക്കുന്നത്, എപ്പോൾ എണ്ണിക്കണം, എപ്പോൾ പോകണം, എപ്പോൾ ഇരിക്കണം. ഇപ്പോൾ അത് കഴിഞ്ഞോടെ ഞാൻ അങ്ങ് ഫ്രീ ആയി, 100% ഫ്രീ ആയി. അതുകൊണ്ട് റിഗ്രറ്റ് ഒന്നുമില്ല, ജോലി റിസൈൻ ചെയ്തതിൽ റിഗ്രറ്റ് ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സൈക്കോളജി പഠിക്കുന്നു, സൈക്കോളജിയുടെ ഒരു മാസ്റ്റേഴ്സ് എടുക്കുന്നു, പ്ലസ് യോഗ, സ്പിരിച്വാലിറ്റി. നമ്മൾ US-ൽ കുറേ നാൾ പോയിരുന്ന് യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴേ സ്പിരിച്വാലിറ്റി നമ്മുടെ കയ്യിൽ തലക്കി കിട്ടി. അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ഇവിടുന്ന് കുറേ സഞ്ചരിക്കുന്നു, ആശ്രമങ്ങളൊക്കെ പോയി പഠിക്കുന്നു, താമസിക്കുന്നു, പഠിക്കുന്നു. അങ്ങനെ ഹിമാലയസിൻ്റെ ഫേവറേറ്റ് സ്ഥലമാകും ധർമ്മശാല, ഭക്സു, ഇങ്ങനെയൊക്കെ പറയുന്ന ഹിമാലയങ്ങളിലുള്ള സ്ഥലങ്ങൾ എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളാകുന്നു. അവിടെ നിന്നൊക്കെ പോയി താമസിക്കുന്നു, പഠിക്കുന്നു. എന്നിട്ട് 2017 ഈ ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ഞാൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യാനും പഠിക്കാനും ഒക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു വളരെ ഈസി ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം.
ആ ഫ്രീഡം തരുന്നൊരു വർക്കാണിത്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് 2017 എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാൻ കൊച്ചിയിൽ വരുന്നു, ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. 10-15 വർഷം IT എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് IT കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. മുഴുവൻ ലോക്കൽ ക്ലയൻസ് ഒക്കെ ഇഷ്ടം പോലെ 2-3 പ്രോഗ്രാമേഴ്സ് ഉണ്ട്. പക്ഷെ അത് അങ്ങോട്ട് നടക്കുന്നില്ല. IT കമ്പനി നടക്കുന്നില്ല, ഏണിംഗ് ഇല്ല. ഓക്കെ. ഏണിംഗ് ഇല്ല. ഈ പറയുന്ന ക്ലയൻസ് ഉണ്ട്, വർക്കുണ്ട്. പക്ഷേ ഈ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പൈസ പിടിച്ചെടുക്കുക എന്നുള്ളത് അത്ര ഈസി ഒരു സംഭവമല്ല. എൻ്റെ പകുതി ഫോക്കസ് സൈക്കോളജി, പകുതി ഫോക്കസ് ട്രേഡിങ്, പകുതി ഫോക്കസ് ഇങ്ങനെ, അതും ഒരു കാര്യമാണ്. പിന്നെ കൊറോണ വരുന്നു, പിന്നെ അതങ്ങ് നിന്നുപോയി. ഓക്കെ. പിന്നെ എനിക്ക് ഗോവയിലൊരു ബേസ് ഉണ്ടായിരുന്നു. ഈ സ്പിരിച്വാലിറ്റി, യോഗ, സൈക്കോളജി ബേസ് ആയിട്ട് ഗോവയിൽ എനിക്കൊരു സെൻറ്റർ ഉണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. 2015-14 ഞാൻ ഗോവയിൽ സ്റ്റാർട്ട് ചെയ്തു. പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഗോവയിലൊരു സെൻറ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗോവയിൽ ആ സെൻറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ സെൻറ്റർ ക്ലോസ് ആയി. പക്ഷേ ഈ ട്രേഡിംഗ് സൈക്കോളജി ഇത് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ സൈക്കോളജിയിലുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വന്നു. ഫൈനാൻസ് ക്വാളിഫിക്കേഷൻ ആൾറെഡി ഉണ്ട്. മാർക്കറ്റ് എക്സ്പോഷർ, മാർക്കറ്റ് എക്സ്പീരിയൻസ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ബിഹേവിയറൽ ഫൈനാൻസ് മാർക്കറ്റ് മാത്രമല്ല, ട്രേഡിംഗ് മാത്രമല്ല. പക്ഷേ ട്രേഡിംഗ് അതിൻ്റെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് അതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യമാണ്. ഓക്കെ. അങ്ങനെ ഞാൻ ബിഹേവിയറൽ ഫൈനാൻസ് ആൻഡ് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് ഞാൻ വരും. ഇപ്പോൾ സാറിപ്പോൾ ഇത്രയും നേരം സാറിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. സാറിന്റെ പേര് പറയാൻ മറന്നു എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എൻ്റെ പേര് മനോജ് അശോക് കുമാർ അല്ലേ? അച്ഛൻ്റെ പേര് അശോക് കുമാർ. അപ്പം മനോജ് സർട്ടിഫിക്കറ്റിലൊക്കെ കേരള സ്റ്റൈലിൽ മനോജ് പാസ്പോർട്ടിൽ അവർ അത് വികസിപ്പിച്ച് മനോജ് അശോക് കുമാർ ആക്കി. അങ്ങനെ ഞാൻ മനോജ് അശോക് കുമാറായി. ഞാൻ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. സാർ ആക്ച്വലി ഫോർമർ സെബി രജിസ്ട്രേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. അതുണ്ട് കേട്ടോ. ആ ഒരു കാര്യം സാർ എടുത്തു പറയാൻ വിട്ടുപോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് 2024 സെബി രജിസ്ട്രേഷൻ എക്സ്പയർ ആയത് ഞാൻ കൊള്ള കാര്യം തുറന്നു പറയാം. സെബിയുടെ ഫോർമാലിറ്റി നോംസ് ഒക്കെ നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. ഓക്കെ. ഒന്നാമത് ഈ ബൈ സെൽ സിഗ്നൽ കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം അത് മതി. ടെക്നിക്കലി ഞാൻ ഇത് മേടിക്കൂ എന്ന് ഞാൻ പറയുമ്പം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം അത് മതി. എല്ലാത്ത ആളുകൾക്കും ആവശ്യമില്ല. ഈ എന്നെ പോലെ പഠിപ്പിക്കുന്ന ആളുകൾക്ക്, കോച്ചിങ്ങിനുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. സെബി രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. പിന്നെ അത് ഞാൻ അൺനെസറി ചെയ്ത് എക്സ്പെൻസീവും എന്തിന് ഞാനത് അതിന് തല കൊടുക്കണം. അപ്പം 2024 ഞാനത് അതങ്ങ് തീർന്നു. 5 വർഷത്തെ രജിസ്ട്രേഷൻ ആയിരുന്നു, അത് തീർന്നു. പിന്നെ ഞാൻ റിന്യൂ ചെയ്തില്ല. റിന്യൂ ചെയ്തിരിക്കാനായിട്ട് ഒരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ. സെബിക്ക് കൊച്ചിയിലൊരു ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ എന്തുണ്ടെങ്കിലും കൊച്ചിയിലെ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. അവർ കൊച്ചിയുടെ ഓഫീസ് അടച്ചു, അവരെല്ലായിടത്തും ഓഫീസ് അടച്ചു. ഒന്നോ രണ്ടോ ഓഫീസേ ഉള്ളൂ സെബിക്ക് ഇപ്പോൾ. എന്നിട്ട് ഇതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് BSEക്ക് കൊടുത്തു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇപ്പോൾ ഈ റിസർച്ച് അനലിസ്റ്റിൻ്റെ ഈ ലൈസൻസിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതെല്ലാം കൂടെ വെച്ച് ഞാൻ നോക്കിയപ്പം അത് ഏത് നിമിഷം വേണമെങ്കിലും എടുക്കാം. ഞാൻ വെൽ ക്വാളിഫൈഡ് ആണ് അതിന്. ഇപ്പോഴും NISM സീരീസ് 15 ആണെന്ന് തോന്നുന്നത് എൻ്റെ എക്സാം. അതിന്റെ വാലിഡിറ്റി എനിക്ക് ഇപ്പോഴും ഉണ്ട്. NISM റിസർച്ച് അനലിസ്റ്റ് സീരീസ് 15 ആണെന്ന് തോന്നുന്നു അതിന്റെ എക്സാം പാസ് ആകേണ്ടത്. ശരി, അതിപ്പോഴും ഉണ്ട്, എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. പക്ഷെ 3 വർഷം കഴിയുമ്പോൾ 3 വർഷം അതിന്റെ വാലിഡിറ്റി. 3 വർഷം കഴിയുമ്പോൾ അത് ചെയ്യും. ആ രണ്ടാമത് എഴുതിയതിന്റെ ഇപ്പോഴും വാലിഡിറ്റി ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഷുവർ. സാർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ബിഹേവിയറൽ ഫിനാൻസ് ആൻഡ് ട്രേഡിംഗ് സൈക്കോളജി. കറക്റ്റ്. എങ്ങനെ ഈ ട്രേഡിങ്ങും ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി എല്ലാം അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ മിക്സ് ചെയ്തിട്ട് അതെങ്ങനെയാ? വെരി ഗുഡ്. നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയും. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു എക്കോണമി നമ്മൾ അനലൈസ് ചെയ്യുന്നു, ഒരു ഇൻഡസ്ട്രിയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, ഒരു കമ്പനി അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അത് ആ ഷെയർ പ്രൈസ് ഒപ്റ്റിമം ആണോ, നല്ലതാണോ, ഓവർ പ്രൈസ്ഡ് ആണോ, അണ്ടർ പ്രൈസ്ഡ് ആണോ, ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായിരുന്നു പഴയ രീതി. അത് മാറിയില്ല, അതവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസ് ഡിമാൻഡ് സപ്ലൈ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. എത്ര ഡിമാൻഡ്, എത്ര സപ്ലൈ, ഏത് പ്രൈസ്, ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും ടെക്നിക്കൽ അനാലിസിസ് ട്രേഡിംഗ് പർപ്പസ്, ട്രേഡിംഗ് ഈവൻ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്. കുറച്ച് ലോങ് ടേം ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വീക്ക്ലി ചാർട്ട്, മന്ത്ലി ചാർട്ട് ഒക്കെ യൂസ് ചെയ്താൽ ഈവൻ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനും അത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കൽ അനാലിസിസ്. പക്ഷേ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ലക്ഷക്കണക്കിന് പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്യേണ്ടത്. അത് നടക്കില്ല. ലക്ഷക്കണക്കിന് പാരാമീറ്റേഴ്സ്. ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് മുതൽ നമുക്ക് 1 മാസം 2 മാസം 5 മാസം എത്ര ടൈം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ടൈം ഒരു പാരാമീറ്റർ, പ്രൈസ് പോയിന്റ്സ് ഒരു പാരാമീറ്റർ, പിന്നെ ഡിമാൻഡ് ഒരു പാരാമീറ്റർ, പിന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ പാരാമീറ്റേഴ്സ്. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഏത് ചാർട്ടിൽ വെച്ച് അനലൈസ് ചെയ്താലും നടക്കില്ല. അതൊന്നും ഈവൻ നടന്നാലും ഇപ്പം ലേറ്റസ്റ്റ് സെബിയുടെ ഇത് കണ്ടല്ലോ, 93% ആളുകൾക്ക് ലോസ്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഓപ്ഷൻസ് ട്രേഡിംഗ് അല്ലേ? ഇപ്പൊ 93% ഒക്കെയാണ് ലോസ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ ട്രേഡിംഗ് സിസ്റ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചാർട്ടുകൾ. ഓക്കെ, എപ്പോൾ മേടിക്കണം, എപ്പോൾ വിൽക്കണം, എപ്പം എന്താണ് സ്റ്റോപ്പ് ലോസ്, നമ്മൾ ഒരേപോലെ യൂസ് ചെയ്താലും താങ്കൾ ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും, ഞാൻ ചിലപ്പോൾ ലോസ് ആയിരിക്കും. നേരെ തിരിച്ചാവാനാണ് സാധ്യത കൂടുതൽ. അതങ്ങനെ ഒരേ സിസ്റ്റം യൂസ് ചെയ്താലും ഒരാൾ പ്രോഫിറ്റബിൾ ആയിരിക്കും, മറ്റേയാള് ലോസ് ആയിരിക്കാം. അതൊരു റിയാലിറ്റിയാണ് മാർക്കറ്റിന്റെ. That's what I'm coming to the point. Before that, ആ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോൾ ഈ ഡിസ്കഷനിൽ കുറേ ഇൻഡിക്കേറ്റേഴ്സിനെ, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച്, ഓപ്ഷൻസ് സ്ട്രാറ്റജീസിനെ കുറിച്ച്, പിന്നെ ഈവൻ കമ്പനീസിന്റെ പ്രൈസിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തേക്കാം. പക്ഷെ ഇതൊന്നും വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊന്നും യൂസ് ചെയ്തിട്ട് മേടിക്കുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, പ്ലീസ്. അപ്പോൾ തേർഡ് അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, തേർഡ് അനാലിസിസ്, അതാണ് മെന്റൽ അനാലിസിസ്, സൈക്കോളജിക്കൽ അനാലിസിസ് ഓർ ബിഹേവിയറൽ ഫൈനാൻസ്. ആളുകൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ ചാർട്ട് നോക്കി മാത്രമല്ല. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ ഇതാണ് നമ്മുടെ ലോസ്. ഒരു ട്രേഡ് എടുത്തു, ലോസ് പോയി, ആ ലോസ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു നിഫ്റ്റി ഇന്നത്ര 25,300 ഏതാണ്ടാന്ന് തോന്നുന്നു. ഞാൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ മേടിക്കുന്നു, എക്സ്പെക്ടിങ് ഇറ്റ് വിൽ ഗോ അപ് ടു 25,600. എൻ്റെ എല്ലാ പ്രോപ്പർ സിസ്റ്റം അനാലിസിസ് എല്ലാം എൻ്റെ അടുത്ത്, ട്രേഡിംഗ് സിസ്റ്റം മുഴുവൻ എൻ്റെ അടുത്തുണ്ട്. ഞാൻ മേടിക്കുന്നു. അതിങ്ങനെ കുറഞ്ഞ് വരും. ഞാനിങ്ങനെ നോക്കിയിരിക്കും. ഒന്നിൽ സ്റ്റോപ്പ് ലോസ് വെക്കും. സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഏറ്റവും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഭവമാണ് സ്റ്റോപ്പ് ലോസ്. അതെന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റംസ് ഉണ്ട്, ഈ അൽഗറിതംസ് ഉണ്ട്. അവർക്കറിയാം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ചില പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും. ഈ അൽഗറിതത്തിന് അറിയാം എവിടെയാണ് മാക്സിമം സ്റ്റോപ്പ് ലോസ് എന്ന്. അപ്പോൾ ഇത് വരും, സ്റ്റോപ്പ് ലോസ് എടുക്കും, ലോസ് അടിക്കും, അവിടെ അങ്ങോട്ട് മേലോട്ടും. അപ്പോൾ എനിക്ക് മെന്റൽ സ്റ്റോപ്പ് ലോസ് വെക്കണം. പക്ഷേ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, ഇങ്ങനെ ലോസ് ബുക്ക് ചെയ്യത്തില്ല. മറ്റേ സൈഡാണെങ്കിലോ 20 പോയിന്റ് 30 പോയിന്റ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ക്രിയതം കിട്ടും. പ്രോഫിറ്റ് ആണെങ്കിൽ വേഗം ബുക്ക് ചെയ്യും. ഞാനെന്നല്ല, പബ്ലിക് പൊതുവെ അതാണ് അതിന്റെ രീതി. ഇതിന്റെ പുറകിൽ വലിയൊരു സൈക്കോളജി ഉണ്ട്. ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. ലോസ് അവേർഷൻ എന്ന് പറഞ്ഞാൽ ലോസ് എടുക്കുന്നതിന്റെ പെയിൻ ഓഫ് ടേക്കിംഗ് ലോസ് 90 times more than pleasure you get from profit. Okay. അതതിൻ്റെ ഒരു സൈക്കോളജി, സ്റ്റഡീസ് ബേസ്ഡ് സൈക്കോളജി ചെയ്ത് ഇഷ്ടം പോലെ സ്റ്റോറീസ് അവർ പറയും. ഇപ്പം നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്നു, ഒരു വഴിയിൽ കിടന്ന് എനിക്കൊരു 500 രൂപ കിട്ടുന്നു, ഭയങ്കര സന്തോഷം, ഞാനെടുത്ത് പോക്കറ്റ് വെച്ചു. നെക്സ്റ്റ് ഡേ പോകുന്നു, എനിക്കൊരു 1000 രൂപ കിട്ടുന്നു, 1000 രൂപ എടുത്ത് ഞാൻ പോക്കറ്റ് വെക്കുന്നു. കുറച്ച് ദൂരം കൂടെ പോകുന്നു, 1000 നിന്ന് 500 എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു, കളഞ്ഞു പോകുന്നു. അപ്പോൾ ഉള്ള വിഷമം, അതുവരെ കിട്ടിയ കാശിനേക്കാൾ വിഷമമായിരിക്കും കയ്യിൽ നിന്ന് പോയാൽ, ഭയങ്കര വിഷമമായിരിക്കും. 70 times 80 times കൂടുതൽ വിഷമമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ വിഷമം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ലോസ് ബുക്ക് ചെയ്യില്ല, ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിന് റെമഡി എന്താണ്. ഇത് ജസ്റ്റ് ഒരു ലൈവ് മാർക്കറ്റിലെ എക്സാമ്പിൾ ഞാൻ പറയുന്നത്. വേറൊരു സംഭവം ഹുറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹുറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ മെന്റൽ ഷോർട്ട് കട്ട്സാണ്.
ഇപ്പം ഞാൻ ഇവിടെ നിന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് വണ്ടി ഓടിച്ച് ഞാൻ ഹൈക്കോർട്ടിന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു 200 മീറ്റർ അവിടെ ഒരു വെള്ള ഷർട്ടും കറുത്ത കോട്ട് വിട്ട ഒരാളെ കണ്ടാൽ അഡ്വക്കേറ്റാണ്. അവരുടെ യൂണിഫോമാണ്, ആലോചിക്കുന്നില്ല, എങ്ങനെ വിചാരിക്കും. ഓക്കെ, അഡ്വക്കേറ്റ് അല്ല, ആള് ചിലപ്പോൾ ഒരു ഹോട്ടൽ എംപ്ലോയി ആയിരിക്കാം, ആര് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷെ മൈൻഡ് അപ്പം തന്നെ ഡിസൈഡ് ചെയ്യുന്ന അയാൾ അഡ്വക്കേറ്റാണ്. ഓക്കെ, ഈ നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോഴും ഈ മെന്റൽ ഷോർട്ട് കട്ട്സ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആലോചിക്കാതെ അങ്ങോട്ട് കയറി അങ്ങ് ഡിസിഷൻസ് എടുക്കുക. അതിനകത്ത് 2 കാര്യം, അതിനകത്തൊരു മെയിൻ ഒരു കാര്യം, നമ്മൾ 2 രീതിയിൽ നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മുടെ ആലോചന നമുക്ക് സംഭവിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന് സിസ്റ്റം 1 തിങ്കിങ് എന്ന് പറയും, 2 സിസ്റ്റം 2 തിങ്കിങ് എന്ന് പറയും. സിസ്റ്റം 1 തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി അങ്ങ് ഡിസൈഡ് ചെയ്യുക, ആലോചിക്കുന്നില്ല. എന്നുവെച്ചാൽ ആലോചിക്കുക എന്നുള്ളത് ഒരു വലിയൊരു പെയിൻഫുൾ ഒരു സംഭവമാണ്. ഒരുപാട് എനർജി വേണ്ട, ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ തന്നെ ബ്രെയിൻ കണ്ടുപിടിച്ചൊരു ഇതാണ് ഷോർട്ട് കട്ട്സ്, ഹ്യൂറിസ്റ്റിക്സ്. അങ്ങനെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്, ആ എനർജി സേവ് ചെയ്യാനായിട്ട്. അപ്പം അതൊരു രണ്ടാമതൊരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എനിക്ക് ഫോമോ ഉണ്ടായിരുന്നു, മാർക്കറ്റിലല്ല, എല്ലാതും. ഇത് ജനറൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ബസ് വിട്ടു പോവോ, ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ട്രെയിൻ വിട്ടു പോവോ, അങ്ങനെ. അപ്പം അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം പോലും ഒരു ട്രെയിൻ മിസ്സായിട്ടില്ല, ബസ്സും മിസ്സായിട്ടില്ല. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് തന്നെ പോയിട്ട് അവിടെ ഇരിക്കും, ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും. ഫോമോ മാർക്കറ്റിൽ നമുക്കിത് ഓപ്പർച്യൂണിറ്റി മിസ്സാവും. മാർക്കറ്റ് ഫുൾ ഓപ്പർച്യൂണിറ്റി തന്നെ, എന്നും ഓപ്പർച്യൂണിറ്റി, എപ്പോഴും ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി മിസ്സാവും, അപ്പോൾ ചാടിക്കറി നമ്മൾ ട്രേഡ് എടുക്കും, അല്ലെ ചാടിക്കറി എക്സിറ്റ് ചെയ്യും. അത് ഫോമോ. ഹേർഡ് മെന്റാലിറ്റി, എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു, അത് വേറൊരു സംഭവം. പിന്നെ നഡ്ജിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമാണ്. ഈ ബിഹേവിയറൽ ഫൈനാൻസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. IRCTC ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതിനകത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. കുറച്ച് പൈസ വരും, 50 പൈസ. ഇൻഷുറൻസ് അവർ S എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കില്ല. അത് നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ S ആക്കാൻ പോകില്ല, S എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോ ആക്കാൻ പോകില്ല. 50 പൈസയുടെ കാര്യമാണ്, 50 പൈസ 1 രൂപയൊക്കെയാണ് അതിന് വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിട്ട് എമൗണ്ടും അല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര കോടി ആളുകൾ 50 പൈസ 1 രൂപ, എന്തെങ്കിലും യൂസ് ഉണ്ടോ അതിന്? അത് എന്തെങ്കിലും ട്രെയിനിൽ ആക്സിഡന്റ് ആയ അത് ഒരുപാട് കണ്ടീഷൻസും, അതെപ്പോൾ ആർക്ക് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഒന്ന് നോക്കിയാൽ എത്ര കോടി ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് 50 പൈസ 1 രൂപ വെച്ചിട്ട് അവരുടെ ഏർണിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻഷുറൻസ് കമ്പനീസിന്റെ, ഇവരുടെ, റെയിൽവേയുടെ, ഈ നമ്മളെ കൊണ്ട് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതിനേക്കാളും എടുപ്പിക്കുക നമ്മളെ കൊണ്ട് ഡിസിഷൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ബിഹേവിയറൽ ഫൈനാൻസ്. ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ മാർക്കറ്റിൽ ചെയ്യുന്നതാണ് ട്രേഡിംഗ് സൈക്കോളജി. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഫോക്കസ്, സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ശരി സാറ് ആക്റ്റീവ്ലി ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? ഷുവർലി ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു വർക്ക് ട്രേഡിംഗ് സൈക്കോളജി കോച്ചിങ്ങാണ്. ഓക്കെ. അപ്പം അത് ആളുകളെ ഞാൻ ഗൈഡ് ചെയ്യും, ഓരോ ട്രേഡിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാനും, ട്രേഡ് ജേർണൽ പ്രിപ്പയർ ചെയ്യാനും, പിന്നെ അവരുടെ മെന്റൽ ബ്ലോക്സ്, ഇതുപോലുള്ള ഹ്യൂറിസ്റ്റിക്സ്, ഫോമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അത് സോൾവ് ചെയ്യാനും ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരുടെ ട്രേഡിംഗ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. ഓക്കെ. ഞാൻ വേറൊരു ആസ്പെക്റ്റിലൂടെ ഇവിടെ ഞാൻ സംസാരിക്കാം. ഇത് എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ടു മേക്ക് മണി അല്ലേ? അങ്ങനെ ആയിരിക്കും ഒരു ട്രേഡർ ചിന്തിക്കാൻ തോന്നുന്നു. അല്ല. ഓക്കെ. ഈ കൊച്ചിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഒരു ഡോക്ടറാണ്. ഓക്കെ. പുള്ളിയുടെ വൈഫും ഡോക്ടറാണ്. കൊച്ചിയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഓണേഴ്സാണ്. ലാൻഡ് സൈസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓണേഴ്സ് ആയിട്ട് ഫാമിലി പ്യുവർ ബിസിനസ് ഫാമിലിയാണ്. എക്സ്പോർട്ട് ഇവർക്കില്ലാത്ത ബിസിനസ് ഒന്നുമില്ല. റിച്ചസ്റ്റ് ഫാമിലി. പുള്ളി ട്രേഡ് ചെയ്യുന്നില്ല, പുള്ളിക്ക് ഓപ്ഷൻസ് പുള്ളിയുടെ ലഹരിയാണ്. അപ്പൊ ഇവിടുന്ന് ലഹരി തീരാഞ്ഞിട്ട് പുള്ളി US ഏതോ ബ്രോക്കർ വഴിയൊക്കെ US അക്കൗണ്ട് എടുത്തിട്ട് അത് അവിടെ ട്രേഡ് ചെയ്യുക. അത്ര ഒരു, അപ്പം പണമല്ല,
ഷുവറായിട്ട് പണമല്ല. പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഒരു കാര്യം? ആളുകൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്തായിരിക്കും? പണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പണം എല്ലാ ട്രേഡിങ്ങിന് പണത്തിന് വേണ്ടി ആളുകൾ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള ക്ലയൻസിൻ്റെ അടുത്ത് എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളുണ്ട്, ക്ലയൻസ് ആയിട്ടുണ്ട്, അതുണ്ട്. അപ്പോൾ പിന്നെ എന്തായിരിക്കും കാര്യം? അത് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു വന്നത്. ഒരു കാര്യം ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഒരുപാട് ആളുകൾ റിട്ടയർ ആകുമ്പോൾ തന്നെ ട്രേഡിങ്ങിലോട്ട് വരുന്നുണ്ട്. ഒന്ന് ചെറുപ്പക്കാർ വരുന്നുണ്ട്, 18-19 വയസ്സുള്ള അങ്ങനെയുള്ള പയ്യന്മാർ വരുന്നുണ്ട്. അതല്ലാതെ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ട്. ബിക്കോസ് അവരുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ റിട്ടയർ ചെയ്യുമ്പോഴുള്ള ഒരു എമൗണ്ട്. അതൊരു കാര്യം. ഇതെന്താണെന്നറിയോ ഇതിൻ്റെ ബേസ് കാര്യം? നമ്മൾ ലൈഫ് മൊത്തം ജനനം മുതൽ ഏത് പോയിന്റിലാണോ നമ്മൾ ഇരിക്കുന്നത് ലൈഫിൽ, എല്ലാം നമ്മൾ റൂൾ ബേസ്ഡ് ലൈഫാണ് ജീവിക്കുന്നത്. റൂൾസ് ഡിറ്റക്റ്റഡ് ലൈഫാണ്. ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, അത് ചെയ്യണം, നോ ഡേസ് ഡോണ്ട് നോ, ഇങ്ങനെയുള്ളൊരു ലൈഫാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് മുഴുവൻ കൺട്രോൾഡാണ്. 9 മണിക്ക് ഓഫീസിൽ എത്തണം, 9:30 വീഴണം, 10 മണിക്ക് പോകണ്ട, എവിടെ പോകാം, എല്ലാം നമ്മുടെ റൂളുകളാണ് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. സഡൻലി നമുക്കൊരു ഏരിയ കിട്ടുന്നു, ഒരു റൂളും ഇല്ല, റൂൾസ് ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റ് വിട്, ഫോറക്സ് ട്രേഡിങ് അരമണിക്കൂറെ മാർക്കറ്റ് ക്ലോസ് ആകുന്നുള്ളൂ. ഞാൻ ഫോറക്സിന് ട്രേഡ് ചെയ്യുമായിരുന്നു US വെച്ചിട്ട്. ഇവിടെ അത് ലീഗൽ അല്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. ഇവിടെയും ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതെങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് അത് ഇന്നിപ്പോൾ ലീഗലായൊന്നും എനിക്കറിയില്ല. അരമണിക്കൂറാണ് ഒരു 24 hours ഹാഫ് ആൻ അവർ ആണ് ഫോറക്സ് മാർക്കറ്റ് ഇല്ലാതുള്ളൂ. 23 മണിക്കൂർ ട്രേഡ് ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു റൂൾസ് ഇല്ലാത്തൊരു ഒരു ഏരിയ. ഒരു നിയമവും എനിക്ക് ബാധകമല്ല. എനിക്ക് വേണമെങ്കിൽ മേടിക്കാം, വേണമെങ്കിൽ മേടിക്കണ്ട, വേണമെങ്കിൽ വിൽക്കണ്ട, സ്റ്റോപ്പ് ലോസ് എടുക്കുക, എന്ത് വേണമെങ്കിലും എനിക്ക് ഏത് ആക്ടിവിറ്റി വേണമെങ്കിലും എനിക്ക് ചെയ്യാം. ഇതാണ് ആളുകൾ എക്സൈറ്റ് ആകുന്നത്. അതൊരു സൈക്കോളജിയുടെ ഒരു വ്യൂ ആണ്. ഇത് ആളുകളെ വല്ലാതെ കയറി എക്സൈറ്റ് ചെയ്യും. എല്ലാ റൂൾസിനെയും ബ്രേക്ക് ചെയ്ത് നമ്മൾ അബ്സല്യൂട്ട് അൺകണ്ടീഷണൽ ഫ്രീഡം എന്നൊക്കെ പറയുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തുന്നു. നോ ബോസ് ടു ക്വസ്റ്റ്യൻ, നോബഡി ടു ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്. അതാണ് ആളുകളെ, അവരത് അറിയുന്നില്ല. അപ്പൊ ചോദിച്ചാൽ പറയും ഫൈനാൻഷ്യലി പെട്ടെന്ന് ഗെറ്റ് റിച്ച് ആണ്. അങ്ങനെങ്കിൽ അതിനകത്ത് എക്സ്പെർട്ട് ആളുടെ അടുത്ത് പൈസ കൊടുത്താൽ പോരെ. പക്ഷെ അതിന്റെ സൈക്കോളജിക്കൽ ബേസ് എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം. നമ്മുടെ അകത്തു നിന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അബ്സല്യൂട്ട് അൺകണ്ടീഷണൽ ഫ്രീഡം. അത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ശ്രമമാണ് ഇതിന്ന് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടിട്ടാണ് ആളുകൾ ഇതിലോട്ട് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് അവർ മറ്റേ എന്താ പറയുക, ഇതൊക്കെ അങ്ങ് കയറി പറയും, ഫൈനാൻസ്, ഈസി ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ റിട്ടയർ ആകുന്ന ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ലല്ലോ ട്രേഡ് ചെയ്യേണ്ടത്. എനിക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ ട്രേഡിങ്ങിൽ വന്നു, അതൊന്നും എക്സ്ക്യൂസ് അല്ല. അപ്പം എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ, ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു പ്രശ്നം ഇതാ. ഒരുപാട് എക്സ്പീരിയൻസും നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എവിടെന്നെങ്കിലും ഒക്കെ. അറിവും എക്സ്പീരിയൻസും കൂടി കമ്പൈൻ ആയ ഒരു വ്യക്തിയായതുകൊണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചു വന്നിട്ടുള്ളൂ, സാർ ഇപ്പോഴും ട്രേഡ് ചെയ്യാറുണ്ട്? ഷുവർലി. സാറിന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയാ? സാർ എങ്ങനെയാ ഓപ്ഷൻ ബൈയിങ് ഓർ ഓപ്ഷൻ സെല്ലിംഗ് എങ്ങനെയാണ്? വെരി ഗുഡ്. ഈവൻ ട്രേഡിംഗിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഫണ്ടമെന്റൽ അനാലിസിനെ കുറിച്ച് പറഞ്ഞു, ടെക്നിക്കൽ അനാലിസിനെ കുറിച്ച് പറഞ്ഞു, മെന്റൽ അനാലിസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു സക്സസ്ഫുൾ ട്രേഡറെ നമ്മൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ബില്യനേഴ്സും മില്യനേഴ്സ് അതൊന്നും അല്ല. അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല പ്രാക്ടിക്കലി. അങ്ങനെ കോടാനുകോടിയൊക്കെ നമുക്ക് ഒരു വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ആരും ബിസിനസ് ഒന്നും ചെയ്യില്ല, എല്ലാവരും ഇതാ തന്നെ വന്നേനെ. അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഒരു റീസണബിളി ഗുഡ് റിട്ടേൺ, മച്ച് ബെറ്റർ ദാൻ ബാങ്ക് സേഫ് റിട്ടേൺസ് ഉണ്ടല്ലോ, അതിനേക്കാളും ഒരുപാട് ബെറ്റർ. അപ്പം അങ്ങനെ ഒരാളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളൊരു ട്രേഡിംഗ് പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ ഡെവലപ്പ് ചെയ്ത് എൻ്റെ അറിവ് ഇതും കൊണ്ടിട്ട് അങ്ങനെ ഇൻ്റർനാഷണലും ഉണ്ട്, അവിടുന്ന് കുറേ ഇത് ചെയ്ത്. അപ്പോൾ അങ്ങനെ ട്രേഡിംഗ് പേഴ്സണാലിറ്റി എന്തൊക്കെയാണ്, ഫൈനാൻഷ്യൽ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. ഓക്കെ,
എന്നിട്ട് ഡെയിലി ട്രേഡിങ്ങിന് ഇരിക്കുന്നതിന് മുമ്പ് ഒരു മെന്റൽ അവയർനെസ് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഞാനൊരു ചെക്ക് ലിസ്റ്റിന്റെയും മറ്റേ ടു ഡു ലിസ്റ്റിന്റെയും നോട്ട് ടു ഡു ലിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ചെയ്യാൻ പാടില്ലാത്തത്. ടു ഡു ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഒരു നോട്ട് ടു ഡു ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വലിയൊരു ഫാനാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്റ്റഡിയുടെ ബേസിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് പ്ലാനും ട്രേഡ് ജേണലും രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ അവരുടെ ട്രേഡിംഗ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ മിസ്റ്റേക്സ് വരാം, ആ മിസ്റ്റേക്സിൽ നിന്ന് ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്, അതാണ് നമ്മുടെ അപ്രോച്ച്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ ഒരു അനാലിസിസിൻ്റെ, എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഒരു അനാലിസിൻ്റെ ഒരു രീതി ഞാൻ പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കും. ഓക്കെ. കട്ടിൽ നിന്ന് എണ്ണിക്കുന്ന മുമ്പ് തന്നെ ആദ്യം നോക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. പിന്നെ നമ്മൾ വേൾഡ് മാർക്കറ്റ് നോക്കും. ഡോ ജോൺസ് എങ്ങനെയാണ്, S&P എങ്ങനെയാണ്, പിന്നെ വേൾഡ് മേജർ മാർക്കറ്റ്സ് നോക്കും. അത് ഈസി, അത് ഏത് സൈറ്റിൽ നിന്നും കിട്ടും, അത് നോക്കും. പിന്നെ എന്തെങ്കിലും ന്യൂസ് ഇൻഫ്ലോ ഉണ്ടോ, ഇന്റർനാഷണൽ ആസ് വെൽ ആസ് നാഷണൽ. ഓക്കെ. ഇപ്പം ഇന്റർനാഷണൽ ന്യൂസ്, ഇപ്പം ട്രംപിന്റെ ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് അതൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അങ്ങനെ പിന്നെ എന്തെങ്കിലും നാഷണൽ ലെവൽ ന്യൂസ് ഉണ്ടോ, എക്കോണമി വൈസ്, കമ്പനി വൈസ് ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ഇതൊന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, അത് ജനറൽ ഒരു അനാലിസിസ് ആണ്. എഗെയിൻ ഫണ്ടമെന്റൽ അനാലിസിന്റെ പാർട്ടായത്. ഓവറോൾ എക്കോണമി, ഓവറോൾ പിന്നെ യു എസ് ന്യൂസ്, ഫെഡിന്റെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് എന്തെങ്കിലും ഇതുണ്ടോ, ജോബ് ഡാറ്റ. അപ്പോൾ US ഡാറ്റ പോയിന്റ്സ് അതൊരു വലിയൊരു ട്രേഡിംഗ് എന്താ പറയുക ഇൻഡിക്കേറ്റർ ഇന്ത്യയിൽ. അപ്പോൾ അത് അനലൈസ് ചെയ്യുക എന്നുള്ളത്. പിന്നെയാണ് റിയൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മാർട്ട് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അറിയാമല്ലോ? സ്മാർട്ട് മണി, FII, DII, ഹെഡ്ജ് ഫണ്ട്, പ്രൊപ്പറേറ്ററി ഫംസിന്റെ ഫണ്ട്, അതിനെയാണ് സ്മാർട്ട് മണി എന്ന് പറയുന്നത്. അതിന്റെ ഫ്ലോ അനലൈസ് ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് NSE അത് ഡിക്ലെയർ ചെയ്യും. എല്ലാ ദിവസവും രാത്രിയിൽ, അതായത് നെക്സ്റ്റ് ഡേക്ക് പ്രയർ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഡാറ്റ കിട്ടും. ഇന്ന് FII ക്യാഷ് മാർക്കറ്റിൽ എത്ര മേടിച്ചു, ഫ്യൂച്ചർ മാർക്കറ്റിൽ എത്ര മേടിച്ചു വിറ്റു, മറ്റേ ഓപ്ഷൻസ് മാർക്കറ്റിൽ എത്ര മേടിച്ചു വിറ്റു, ആ ഡാറ്റ വരും. NSE വെബ്സൈറ്റിലുണ്ടാവും. NSE വെബ്സൈറ്റിലുണ്ടാവും. അല്ലാതെ ഇപ്പൊ എല്ലാത്തരം ടൂളുകളിലും അത് കിട്ടുന്നുണ്ട്, എല്ലാത്തരം ഇതിലും അത് കിട്ടുന്നുണ്ട്. അപ്പൊ അത് അനലൈസ് ചെയ്യും. ഇന്നും നമ്മുടെ മാർക്കറ്റ് ബേസ് ആയിരിക്കുന്നത് FII, DI ഡാറ്റ എങ്കിലും അത്ര ഒരു ഇതല്ല. FII ഡാറ്റയിൽ ബേസ് ചെയ്തിട്ടാണ്. FII മേടിച്ചാൽ മാർക്കറ്റ് സോൾഡ്, FII വിറ്റ് അത് പോയി. അപ്പോൾ ആ ഡാറ്റ അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു ഐഡിയ കിട്ടി ഗ്ലോബൽ മാർക്കറ്റിങ്ങിനെ. FIIs ഇപ്പം ഇന്നലെ സോൾഡ് ആയിരുന്നു, ഇന്നലെ ന്യൂട്രൽ ആയിരുന്നു, മിനിഞ്ഞാന്ന് സോൾഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നില്ല, ഒരു ലോങ് ആയിട്ട് പോസിറ്റിവിറ്റി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ 5 പ്രോബിലിറ്റിയാണ് നമുക്കുള്ളത്. ഒന്ന് മാർക്കറ്റ് മേളിൽ പോവാം, അങ്ങ് സ്വിങ് അടിച്ച് മേളിൽ പോവാം, എല്ലാം തൊട്ട് താഴെ വരാം. അല്ലാണ്ട് ഇത്തിരി 1-2 രൂപയ്ക്ക് മേളിൽ പോവാം, 1-2 രൂപയ്ക്ക് താഴെ വരാം, 1-2 പോയിന്റ്സ് താഴെ വരാം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാം, അനങ്ങാതെ നിൽക്കാം. 5 പ്രോബിലിറ്റിയാണ്. ഓപ്ഷൻസിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എവിടെ പോയാലും നമുക്കത് പണം ഉണ്ടാക്കാനുള്ള ഒരു സ്ട്രാറ്റജി അതിനകത്തുണ്ട്. എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ, എവിടെ പോയില്ലെങ്കിലും പണം ഉണ്ടാക്കാൻ പറ്റും, പോയാലും പണം ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഒരു സ്ട്രാറ്റജി അതിനകത്തുണ്ട്. അപ്പം ഈ FII അപ്പം നമുക്കൊരു ചെറിയൊരു ഒരു ഹാങ് കിട്ടി, ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരു വാണിംഗ്, ഒരു മെസ്സേജ് കൂടെ. മാർക്കറ്റിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പോക്കാം, നടക്കൂല. ഈ പറഞ്ഞ പോലെ 10,000 പാരാമീറ്റേഴ്സും ഇൻഡിക്കേറ്റേഴ്സും ന്യൂസ് ഫ്ലോയും ഇങ്ങനെ ഉള്ളപ്പം മാർക്കറ്റിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നടക്കൂല. അപ്പം നമ്മൾ ചെയ്ത മാർക്കറ്റിനെ ഫോളോ ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, ഞാനും ഉണ്ട്. മാർക്കറ്റ് ഈസ് ആൾവേസ് റൈറ്റ്, ഫോളോ മാർക്കറ്റ്. മാർക്കറ്റിനെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NSEയുടെ ഓപ്ഷൻ ചെയ്യുന്നത് മോസ്റ്റ്ലി ട്രേഡ് NSE ആണ് കേട്ടോ. BSE ഇപ്പോഴും അത്രയും യൂസ് ചെയ്യാറില്ല. NSEയിലാണ് ട്രേഡ് മിക്കവാറും. NSEയുടെ ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഓപ്ഷൻ ചെയിൻ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഓപ്ഷൻ ചെയിനിലുണ്ട്. ഓപ്ഷൻ ചെയിനാണ് നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബേസ്.
ഒരു മെയിൻ ഒരു ബേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെയിനാണ്. അതിനകത്ത് മൊത്തത്തിൽ അനാലിസിന് 2-3 ടൈപ്പായിട്ട് എനിക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് അനലൈസ് ചെയ്യും, 2 ഓപ്ഷൻ ഗ്രീക്ക് അനലൈസ് ചെയ്യും, ഓപ്ഷൻ ഗ്രീക്സ്. മൂന്നാമത് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിയാനായിട്ട് ഓപ്ഷൻ ചെയിൻ യൂസ് ചെയ്യും. ഓക്കെ. അപ്പം മാക്സിമം കോൺട്രാക്ട് സെല്ല്, കാൾ കോൺട്രാക്റ്റോ പുട്ട് കോൺട്രാക്റ്റോ സെല്ല് ചെയ്തിട്ടുള്ള പോയിന്റിലായിരിക്കും സപ്പോർട്ടും റെസിസ്റ്റൻസും. അതിൽ വരുന്ന ചേഞ്ച് ആയിരിക്കും നമ്മൾ സപ്പോർട്ട് മോസ്റ്റ്ലി പറയുക കേട്ടോ. പിന്നെ PCR, പുട്ട് കാൾ റേഷ്യോ, മാക്സ് പെയിൻ, ഇതൊക്കെ നമ്മൾ ഓപ്ഷൻ ചെയിനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ ടൂൾസൊക്കെ അവൈലബിൾ ആണ്. പണ്ടൊക്കെ നമ്മൾ വലിയ എക്സൽ ഷീറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എക്സൽ ഷീറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ടൂൾസ് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ ടൂൾസ് ഉണ്ട്, ചെറിയ പൈസക്കെല്ലാം ഫ്രീ ആയിട്ട് പോലും ടൂൾസ് അവൈലബിൾ ആണ്. അപ്പം ഇത് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പം പുട്ട് കാൾ റേഷ്യോ, മാക്സ് പെയിൻ, പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇത് അനലൈസ് ചെയ്യും. പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പം മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എങ്ങനെയാണ് മാർക്കറ്റിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്നറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ്. ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിൻ്റെ പ്രൈസ് മേളിൽ പോകുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റ് മേളിൽ പോകുന്നു. ഓക്കെ, മീൻസ് അവിടെ ലോങ് ബിൽട്ടപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുക, ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുക, ആളുകൾ വാങ്ങുന്നു, ശരി, ആളുകൾ ലോങ് ടേമിലായിട്ട് വാങ്ങുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ, പ്രൈസ് താഴോട്ട് പോകുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റ് മേലോട്ട് പോകുന്നു. അപ്പോൾ ആളുകൾ വിൽക്കുന്നു. ഇപ്പം ഞാൻ പെർട്ടിക്കുലർ ഷെയർ എടുത്താൽ ഏതെങ്കിലും ഇപ്പോൾ റിലയൻസ് എടുത്തിട്ട് റിലയൻസിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത്. ആളുകൾ അക്യുമുലേറ്റ് ചെയ്യുകയാണോ, ആളുകൾ വിൽക്കുകയാണോ? 2 കണ്ടീഷൻ. പിന്നെ രണ്ട് ഷോർട്ട് ടേം കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഷോർട്ട് കവറിങ് എന്ന് പറയും, രണ്ടാമത് ലോങ് അൺവൈൻഡിങ് എന്ന് പറയും. ഓക്കെ, അതും ഇത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും. ഇപ്പം മാർക്കറ്റ് പ്രൈസ് താഴോട്ട് പോകുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റ് താഴോട്ട് പോകുന്നു, ഷോർട്ട് കവറിങ്. ഓക്കെ, മാർക്കറ്റിൽ കിടക്കുന്ന ഷോർട്ട്സ് അവർ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണ്. അതുപോലെ ലോങ് അൺവൈൻഡിങ്, മാർക്കറ്റ് പ്രൈസ് മേലോട്ട് പോകുന്നു, പക്ഷേ ഓപ്ഷൻസിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് താഴോട്ട് പോകുന്നു. അപ്പോൾ അത് ലോങ് അൺവൈൻഡിങ്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഫീൽ കിട്ടും എവിടെയാണിത് പോകുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാകും. ഏറ്റവും കൂടുതൽ കോൾ റൈറ്റ്സ് ആൻഡ് പുട്ട് റൈറ്റ്സ് ഓപ്പൺ കോൺട്രാക്ട്, എത്ര കോൺട്രാക്ട് ഓപ്പൺ ഉണ്ടോ അത്രയും എല്ലാ കോൺട്രാക്ടിനും കൂടെ നമ്മൾ പറയുന്നതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അത്രയും കോൺട്രാക്ട് മാർക്കറ്റിൽ ഓപ്പൺ ആണ്. കൂടുതൽ ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ആക്റ്റീവ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനും ഏത് പ്രൈസ് പോയിന്റാണ് ബയേഴ്സ്, ഏത് പ്രൈസ് പോയിന്റാണ്, അതെല്ലാം നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ടോട്ടൽ പുട്ട് കോൺട്രാക്റ്റും ഡിവൈഡ് ബൈ ടോട്ടൽ കാൾ കോൺട്രാക്ട്, PCR, പുട്ട് കാൾ റേഷ്യോ, ഇങ്ങനെ നമ്മളത് സ്റ്റഡി ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഗ്രീക്സ്, ഡെൽറ്റ, ഗാമ, തീറ്റ, അതിൻ്റെ അനാലിസിസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇംപ്ലൈഡ് വോളറ്റിലിറ്റി, വേഗം. ശരി. അപ്പം അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ആക്ടിവിറ്റി. തേർഡ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോർമൽ ചാർട്ട് നോക്കിയിട്ട് അനലൈസ് ചെയ്യും. ഈ മൂന്നുമാണ് നമ്മൾ ചെയ്യുന്ന മെയിൻ ആക്ടിവിറ്റി. എന്നിട്ട് എപ്പോഴും ഹോൾഡിങ്സ് ഉണ്ടാവും. ഞാൻ ചെയ്യുന്നതിന് ഇൻഷുറൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും. ഞാൻ 10-25 കമ്പനീസിൻ്റെ കോൺട്രാക്ട് എടുത്തുണ്ടോ, റിസ്ക് ഡിസ്ട്രിബ്യൂഷൻ. വലിയ തലവേദന, എളുപ്പമല്ല. 25 കോൺട്രാക്ട് 25 കമ്പനീസിൻ്റെ കാളും പുട്ടും എല്ലാം കൂടെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര അതിന് ആകെ നമ്മൾ അതിനുള്ള ടൂളൊന്നും ഉണ്ട്. എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡിസിഷൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരെണ്ണം ഓടിപ്പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ ഈ റിസ്ക് ഡിസ്ട്രിബ്യൂഷനായിട്ട് ഞാനിങ്ങനെ പുതിയ കോൺട്രാക്ട് എടുത്ത് അങ്ങനെ 25 കോൺട്രാക്ട്, ഓപ്പൺ കോൺട്രാക്ട്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 25 ഓപ്പൺ കോൺട്രാക്ട്സ് ഉണ്ട്. 2-3 ബ്രോക്കർ, അത് 2-3 ബ്രോക്കർ അക്കൗണ്ട്. ഇതാണ് എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ആദ്യം ഗ്ലോബൽ ന്യൂസ്, ഗ്ലോബൽ മാർക്കറ്റ്, ഫസ്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റി, ഗ്ലോബൽ ന്യൂസ്, ഗ്ലോബൽ മാർക്കറ്റ്,
പിന്നെ FII സ്മാർട്ട് മണി ഫ്ലോ, മൂന്നാമത് NSE ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ്, ഓപ്ഷൻ ഗ്രീക്സിന്റെ അനാലിസിസ്, പിന്നെ ടെക്നിക്കൽ അനാലിസിസ്, ടെക്നിക്കൽ ചാർട്ട് എന്ത് ചെയ്യുന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻസിൽ വരുന്നത്. നമ്മുടെ പ്രേക്ഷകരിലെ ചിലപ്പോൾ ഈ ഓപ്ഷൻ ഗ്രീക്സിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടായി, അവർക്ക് വേണ്ടി എന്താണ് ശരിക്കും ഈ ഓപ്ഷൻ ഗ്രീക്സ്? ഓപ്ഷനിൽ എത്ര ഡെപ്തിൽ പോകണമെന്ന് ഞാനൊന്ന് ആലോചിക്കുന്നത്. എന്നറിയോ, ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അണ്ടർലൈൻ ഒരു അസറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ റിലയൻസിൻ്റെ ഓപ്ഷൻ അല്ല നിഫ്റ്റി, അതാണ് നമ്മുടെ അണ്ടർലൈൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് റിലയൻസ് തന്നെ എടുക്കാം. അപ്പോൾ ഈ ഇത്തിരി ഒന്ന് ബേസിക് പറഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് വരാം. ഇപ്പോൾ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ചായ കച്ചവടക്കാരൻ, ചായ വിൽക്കുന്ന ഒരാൾ, പിന്നെ ചായ വിൽക്കാനായിട്ട് അയാൾക്ക് മെയിൻ വേണ്ടത് ചായപ്പൊടി. ഈ ചായപ്പൊടിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, അയാൾക്ക് ചായപ്പൊടി കൊടുക്കുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ ഇങ്ങേര് ചായ വിൽക്കുന്ന 10 രൂപയ്ക്കാണ് എറണാകുളത്ത്. ഈ 10 രൂപയ്ക്ക് ചായ വിൽക്കണമെങ്കിൽ 1 കിലോ ചായപ്പൊടി അയാൾക്ക് 100 രൂപയ്ക്ക് മേടിക്കണം. ഓക്കെ, 102 ആയാലും കുഴപ്പമില്ല, 103 ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇതിനിടയ്ക്ക് അയാൾക്ക് ചായപ്പൊടി കിട്ടണം. അല്ല 10 രൂപയ്ക്ക് അയാളുടെ ചായ വിൽക്കൽ നടക്കില്ല. ചായപ്പൊടിയുടെ വില അനുസരിച്ചിട്ട് എല്ലാ ദിവസവും മാറ്റാനും കുറയ്ക്കാനും കൂട്ടാനും ഒന്നും പറ്റുകയില്ല ചായയുടെ വില. അപ്പം അയാൾ യൂസ് ചെയ്യുന്ന ആ ചായപ്പൊടിയുടെ വിലയ്ക്ക് വേണ്ടി അയാൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഓപ്ഷൻസ്. ചായക്കാനെ യൂസ് ചെയ്യാറില്ല, അതല്ല പറയുന്നത്. അതുകൊണ്ട് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് കോമഡിറ്റീസിലുണ്ട്, അതിൽ ടീ ഒരു കോമ്പണന്റ് ആണ്. പക്ഷെ സാധാരണ ചായ അവർക്കൊന്നും അത് റീച്ചബിൾ അല്ല. പക്ഷെ ഒരു ആസ് ആൻ എക്സാമ്പിൾ അവർ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഓപ്ഷൻസ്. അപ്പം അയാൾക്ക് പ്രൈസ് മേളിൽ പോകാൻ പാടില്ല. ഒരു ചായ വിൽക്കുന്ന ചായക്കടക്കാരന് തേയിലയുടെ പ്രൈസ് മേളിൽ പോകാൻ പാടില്ല. അയാൾക്ക് 100 രൂപയ്ക്ക് കിട്ടണം. 100 രൂപയ്ക്ക് എവിടെ മേളിൽ പോയാലും അയാൾക്ക് 10 രൂപയ്ക്ക് ചായ വിൽക്കാൻ പറ്റില്ല, അയാളുടെ ബിസിനസ് അടഞ്ഞു പോകും. അപ്പം അതിനുവേണ്ടി അയാൾ ചെയ്യുന്നതാണ്, അയാൾക്ക് വേണ്ടിയുള്ള ഹെഡ്ജിങ് ടൂളാണ് ഓപ്ഷൻസ്. അപ്പോൾ അയാൾ ഇത് ഇൻഷുറൻസ് പോലെ തന്നെ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 1 രൂപ പ്രീമിയം കൊടുക്കും. 100 രൂപയ്ക്ക് ചായപ്പൊടി എനിക്ക് എന്ത് വന്നാലും 100 രൂപയുടെ ചായപ്പൊടി എനിക്ക് കിട്ടണം. 1 രൂപ ഞാൻ അതിനുവേണ്ടി എക്സ്പെൻസ് തരാം, പ്രീമിയം തരാം. അപ്പോൾ അയാൾ പ്രീമിയം കൊടുക്കുന്നു, ഒരു കാൾ ഓപ്ഷൻ മേടിക്കുന്നു. ഓക്കെ, മറ്റേ സൈഡ് അയാൾക്ക് ചായ കൊടുക്കുന്ന ഒരാൾ ഡിസ്ട്രിബ്യൂട്ടർ, അയാൾ ഗോഡൌണിൽ മൊത്തം ടൺ കണക്കിന് ചായപ്പൊടി മേടിച്ചിട്ടിട്ടുണ്ട്. ചായപ്പൊടിയുടെ വില താഴെ പോയാൽ അയാൾക്ക് പ്രശ്നം. അയാൾ മേടിച്ചതിനേക്കാളും താഴെ ചായപ്പൊടിയുടെ വില എങ്ങാനും മാർക്കറ്റിൽ കുറഞ്ഞു പോയാൽ അയാളൊക്കെ ട്രാപ്പിലായി, അയാൾ പൊട്ടി തകർന്ന് നശിച്ചു പോകും. അപ്പം ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് പുട്ട് ഓപ്ഷൻ. അയാളത് മേടിക്കും. അയാളിപ്പോൾ ചിലപ്പോൾ 95 രൂപയ്ക്കായിരിക്കും അയാൾ ബൾക്കായിട്ട് ചായപ്പൊടി മേടിച്ചിരിക്കുന്നത്. അപ്പോൾ 95 രൂപയുടെ ഒരു പുട്ട് ഓപ്ഷൻ മേടിച്ച് 1 രൂപ അയാൾ കൊടുത്തിട്ട് അയാൾ മേടിക്കും. അപ്പോൾ ഇൻഷുറൻസ് പോലെ ഇത് വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താ, മേടിച്ചവർക്ക് 100 രൂപയെന്ന് എത്ര രൂപ പോയാലും ഈ വിൽക്കുന്നവൻ ആ പൈസ കൊടുക്കണം. വിൽക്കുന്നവന് നമ്മുടെ വണ്ടി പോലെ, വണ്ടിയുടെ നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ എത്ര ആക്സിഡന്റ്, ഇപ്പം ലയബിലിറ്റി ഇൻഷുറൻസ് ഒക്കെ ആളുകളൊക്കെ മരിച്ചു പോയി ചിലപ്പോൾ കോടിക്കണക്കിന് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇൻഷുറൻസ് കമ്പനി അത് കൊടുക്കും. അത് തന്നെ അതേ കോൺസെപ്റ്റാണ് ഇവിടെ. അപ്പോൾ ഈ പ്രീമിയം, ഓപ്ഷൻസിനും പ്രീമിയം എന്നാണ് പറയുന്നത്. ഇൻഷുറൻസിൻ്റെ പ്രീമിയം പോലെ ഇവിടെയും പ്രീമിയം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ പ്രീമിയത്തിനെ ഏതൊക്കെ ഫാക്ടർ എഫക്റ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ഗ്രീക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്സ് 4 എണ്ണം ഉണ്ട് അല്ലേ? 5 എണ്ണം ഉണ്ട്. ആക്ച്വലി 5 എണ്ണം ഉണ്ടോ? 5 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇൻട്രസ്റ്റ് റേറ്റിന്റെ വേരിയേഷൻസ്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം 8% ഇൻട്രസ്റ്റ് ഉള്ള 8.5 ആയാൽ അത് ഓപ്ഷൻ പ്രീമിയത്തിനെ എഫക്ട് ചെയ്യാം. റിയോ എന്ന് പറയും. പക്ഷെ അത് നമ്മൾ അധികം അത്ര എഫക്റ്റ് ഇല്ല, അതുകൊണ്ട് വലിയ യൂസ് ചെയ്യാറില്ല. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളത് ഡെൽറ്റ, ഗാമ, തീറ്റ, വേഗ. കറക്റ്റ്. ഡെൽറ്റയിലോട്ട് വന്നാൽ, ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇപ്പം റിലയൻസിൻ്റെ പ്രൈസ് പറയാം 1400 രൂപ. ഇപ്പം സ്പോട്ട് 1400 രൂപ അറിയില്ല, ഇന്ന് അത് ക്ലോസ് ആയത് 1400 രൂപ ഇന്ന് പ്രൈസിൽ നിന്ന് എടുത്തു, സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞെടുത്തു. അപ്പം ഈ ഓപ്ഷൻ ചെയിനിൽ NSE പല സ്റ്റേജസിലും ഇത് വെച്ചിട്ടുണ്ട്. 1400, 1420, 1440 സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയും. ഇപ്പം ചായക്കടക്കാരന് തന്നെ 100 രൂപ ചായപ്പൊടി
101, 102, 103, 99 അതൊക്കെ എവിടെ വേണമെങ്കിലും അയാൾക്ക് ഇൻഷുർ ചെയ്യാം, മേടിക്കാം, ആൾ മേടിക്കാം, പുട്ട് മേടിക്കാം. അതുപോലെ റിലയൻസിന് 1400 രൂപ ഇതാണെന്നുണ്ടെങ്കിൽ 1420, 1440 അങ്ങനെ കാൾ സൈഡിൽ സ്ട്രൈക്ക് പ്രൈസ്, പുട്ട് സൈഡിൽ 1350, 1360, 1300 അങ്ങനെ 20 രൂപ ഡിഫറൻസിൽ അത് ആൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓരോ ഓപ്ഷൻ കോൺട്രാക്ട്സിനുള്ള സ്ട്രൈക്ക് പ്രൈസിന്റെ കാര്യങ്ങളല്ലേ ഈ പറയുന്ന? സ്റ്റോക്ക് പ്രൈസ് വേറെ, സ്ട്രൈക്ക് പ്രൈസ് വേറെ, അണ്ടർലൈനിന്റെ പ്രൈസ് വേറെ. ഇപ്പൊ റിലയൻസിന്റെ പ്രൈസ് 1400, അപ്പോൾ റിലയൻസ് 1400 കാള്, 1400 പുട്ട്. ശരി. 1420 കാള്, 1420 പുട്ടും ഉണ്ട്. അതെ. അങ്ങനെ ഡിഫറെന്റ് സ്ട്രൈക്ക് പ്രൈസസിൽ ഇത് പ്രീ ഡിഫൈൻ ചെയ്ത് കോൺട്രാക്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിലയൻസിന്റെ 1400 ബേസ് പ്രൈസ് മാർക്കറ്റ് എന്താ പറയുക അണ്ടർലൈനിങ്ങിന്റെ വില, അതിന് 1 രൂപ വ്യത്യാസം വന്നാൽ ഓപ്ഷന്റെ പ്രീമിയത്തിന് എത്ര രൂപ വ്യത്യാസം വരും അത് നമ്മൾ അറിയണമല്ലോ, ട്രേഡർക്ക് അറിയണമല്ലോ. അതാണ് ഡെൽറ്റ. ഓക്കെ, അതാണ് ഡെൽറ്റ. അപ്പോൾ റിലയൻസ് ഇപ്പം ഞാൻ 1400 രൂപ റിലയൻസിന്റെ പ്രൈസ്, ഞാൻ 1420 രൂപയുടെ ഒരു കാള് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ സ്ട്രാറ്റജിയിലോട്ട് വരണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1420 രൂപയുടെ ഒരു കാള് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ലോങ് കാള് ഞാൻ മേടിച്ചിരിക്കുന്നത് 10 രൂപയ്ക്കാണ്. അപ്പം റിലയൻസിന്റെ 1390 പോയാൽ എൻ്റെ എത്ര രൂപ ഇവിടെ കുറയും? അതായത് സ്ട്രൈക്ക് പ്രൈസ് 1390 പോയാൽ എൻ്റെ ഓപ്ഷൻ പ്രൈസിൽ എന്ത് വ്യത്യാസം വരും? ഓക്കെ, 1410 വന്നാൽ ഓപ്ഷൻ പ്രീമിയത്തിൽ എന്ത് വ്യത്യാസം വരും? ഇതിന് എന്ത് പറയാം? അത് ഡെൽറ്റ. അതാണ് ഡെൽറ്റ. ഓക്കെ. പക്ഷേ അപ്പം നമ്മൾ പറയുന്നത് 30 ഡെൽറ്റ, 20 ഡെൽറ്റ. അപ്പം ഞാൻ 30 ഡെൽറ്റ സെല് ചെയ്യുന്നു, ഞാൻ 30 ഡെൽറ്റ മേടിക്കുന്നു. 30 ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 10 രൂപ വ്യത്യാസത്തിന് നമ്മുടെ 2.5 രൂപ ബേസിൽ കൂടിയാൽ ഇവിടെ 1 രൂപ ഓപ്ഷൻ വ്യത്യാസം വരും. അത് ആക്ച്വലി ഹ്യൂജ് ആണ് കേട്ടോ. ഇപ്പം റിലയൻസിന്റെ കോൺട്രാക്ട് സൈസ് 500 രൂപയാണ്. അപ്പോൾ 2 രൂപ എന്ന് ഞാൻ പറയുന്നത് തന്നെ 1500 രൂപ. അങ്ങനെ 5 കോൺട്രാക്ട് ആകുമ്പം അത് സീൻ തന്നെ വലിയൊരു ഇതാണ്. അപ്പം അത് എത്ര വ്യത്യാസം വരും? അതാണ് ഡെൽറ്റ. ഓക്കെ. പക്ഷെ ഡെൽറ്റ ഒരു വലിയൊരു മെഷർമെൻറ്റാണ്, വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഗ്രീക്കാണ്. അതല്ലാതെ രണ്ടാമത്തെ ഇതാണ് ഗാമ. എത്ര % ഡെൽറ്റയിൽ ഡിഫറൻസ് വരുന്നത്? ആ പെർസെൻറ്റേജ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഗാമ. അപ്പോൾ നമുക്കൊരു ഡെൽറ്റ റിസ്ക് ഉണ്ട്, ഗാമ റിസ്ക് ഉണ്ട്. ഓക്കെ. ഗാമ എങ്ങാനും കൂടിയാൽ മേടിക്കുന്ന ആൾക്ക് വളരെ പ്രോഫിറ്റബിൾ ആണ്. വിറ്റ ആൾക്ക് അത് വലിയ ഇഷ്യൂ ആണ്, ഗാമ റിസ്ക്. മൂന്നാമതാണ് തീറ്റ എന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ. എല്ലാ കോൺട്രാക്റ്റിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഇൻഷുറൻസ് പോലെ നമ്മളൊരു വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്താൽ, അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്താൽ 1 വർഷം കഴിഞ്ഞാൽ അത് കഴിയും. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ പേ ചെയ്ത പ്രീമിയത്തിന്റെ വാല്യൂ കുറഞ്ഞു വരിക. ഇതും അതുപോലെ തന്നെ. ഈ നമ്മൾ ഒരു ഓപ്ഷൻ ബയർ അൺലിമിറ്റഡ് പൈസ എന്ന് പറയും, പക്ഷെ ഓരോ ദിവസവും കഴിയും തോറും അതിങ്ങനെ കുറഞ്ഞു വന്ന് ആ ഡേ 0 ആവും. അപ്പോൾ ഓപ്ഷൻ ബയറിന് ഇത് വലിയ റിസ്ക് തീറ്റ. മറ്റേ ഗാമ ഓപ്ഷൻ സെലറിന് റിസ്ക് പോലെ തീറ്റ ഓപ്ഷൻ ബയറിന് റിസ്ക്. ലാസ്റ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഗ. വീഗ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതൊരു വോളറ്റാലിറ്റി ബേസ്ഡാണ്. അപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റ്, അതായത് ഞാൻ പറയുന്നത് റിലയൻസിൻ്റെ 1400 രൂപയ്ക്ക് 1400 രൂപയായിട്ട് തന്നെ നിന്നാലും ചിലപ്പോൾ ഓപ്ഷൻ പ്രൈസിൽ മാറ്റം വരും. അതാണ് ഇംപ്ലൈഡ് വോളറ്റാലിറ്റി. അപ്പോൾ ഈ ഓപ്ഷൻ ചെയിനിൽ നമുക്ക് ഇംപ്ലൈഡ് വോളറ്റാലിറ്റി കിട്ടും. അപ്പം അതും ഒരു റിസ്ക് അസസ്മെന്റിന്റെ ഒരു മെത്തേഡാണ് ഇംപ്ലൈഡ് വോളറ്റാലിറ്റി. ഇതെല്ലാം വരുന്നത് നമ്മുടെ ഓപ്ഷൻ ചെയിനിന്റെ അനാലിസിസിൽ നിന്നാണ്. ഓപ്ഷൻ ചെയിനിൽ ഇതെല്ലാം ഉണ്ട്. അല്ല സോറി ഓപ്ഷൻ ചെയിനിൽ IV ഉണ്ട്, പിന്നെ ഈ സ്ട്രൈക്ക് പ്രൈസസ് ഉണ്ട്, ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇതില്ല ഗാമ, അത് നമ്മൾ ഇത് ചെയ്യും. ഡെൽറ്റ ഗാമ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ടൂൾസ് അവൈലബിൾ ആണ്. സർ, ഓപ്ഷൻ ഗ്രീക്സിനെ കുറിച്ച് ഇപ്പോൾ സാറ് സംസാരിച്ചു. ശരിക്കും ലൈവ് ട്രേഡ് ചെയ്യുന്ന സമയത്ത്
അല്ലെങ്കിൽ ഓപ്ഷൻ ഗ്രീക്സിന് അത്ര പ്രാധാന്യമില്ലാത്ത ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവും? ശരിക്കും അത് നോക്കാതെ ഒരു വ്യക്തിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ലേ? ഒരു സംശയമാണ് കേട്ടോ. ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണെന്നറിയോ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഓപ്ഷൻസ് ഒരു ഡീപ്പായിട്ട് അറിയാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാകാനായിട്ടൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എനിക്കൊരു ഹെസിറ്റേഷൻ. ഇപ്പോൾ ഒരു സാധാരണ ഒരു വ്യൂവറിന് ഇത് ഓപ്ഷൻ ഗ്രീക്സ് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി കോംപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അതിനുള്ള ടൂൾസും അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതിനുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ നമ്മളത് ഒരു കണ്ണ് വെക്കുന്നത് നല്ലതാണ്. നമ്മളങ്ങനെ ഗ്രീക്സ് ഇങ്ങനെ സ്റ്റെയർ ചെയ്തിരിക്കുക എന്നുള്ളതൊരു അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ഒരു ഐഡിയലായിട്ടൊന്നും നോക്കും ഇടയ്ക്കിടയ്ക്ക്. ഡെൽറ്റ എങ്ങോട്ട് പോകുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 30 ഡെൽറ്റ, ഇപ്പം 1400 റിലയൻസിൻ്റെ പ്രൈസ്. അപ്പോൾ കാളിൻ്റെ 30 ഡെൽറ്റ ഞാൻ ജസ്റ്റ് ഒരു ഗസ് പറയുകയാണ് 1430 ആയിരിക്കും. പുട്ടിൻ്റെ 30 ഡെൽറ്റ 1370 ആയിരിക്കും. ഈ 30 ഡെൽറ്റ സെല്ല് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, 30 ഡെൽറ്റ സെല്ല് ചെയ്യും. അപ്പോൾ ഈ 30 ഡെൽറ്റ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ലോസ് എടുക്കും, പ്രോഫിറ്റ് എടുക്കും, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇത് ഓപ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാം മൊമെൻറ്റ് ടു മൊമെൻറ്റ് നമ്മൾ നോക്കണമെന്നില്ല. എഗെയിൻ ഡിപ്പെൻസ് ഓൺ, നമ്മൾ ഈ പറഞ്ഞ ഒരു 30 ഡെൽറ്റ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ്. ഇപ്പോൾ സാറ് എങ്ങനെ ഓപ്ഷൻ സെല്ലിംഗ് ആണോ അതോ ഓപ്ഷൻ ബൈയിങ് ആണോ, എങ്ങനെയാണ് സാറ് ചെയ്യുന്നത്? സി, നമ്മൾ ഒരു എന്താ പറയുക, ഓപ്ഷൻസിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, 5 പ്രോബബിലിറ്റി ഉണ്ട്. 5 പ്രോബബിലിറ്റിയിൽ 4 പ്രോബബിലിറ്റി നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. 5 പ്രോബബിലിറ്റിയിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 4 പ്രോബബിലിറ്റി ഓപ്ഷൻ സെല്ലറിന് ഫേവർ. ഓക്കെ, സോ യു ആർ ആൻ ഓപ്ഷൻ സെല്ലർ? Need not be. Okay. I'm a options strategy based trader. രണ്ടും ചെയ്യാം. ഓക്കെ. ഡിപ്പെൻസ്. അതെ, മാർക്കറ്റിന്റെ മൂവ്മെന്റും നോക്കിയിട്ട് മാർക്കറ്റ് സെന്റിമെന്റ് അനുസരിച്ച് സാർ ഡിസൈഡ് ചെയ്യും, അങ്ങനെയാണോ? ഞാൻ സ്ട്രാറ്റജിയിലോട്ട് കയറും. പിന്നെ ആ മാർക്കറ്റ് സെന്റിമെന്റ് അനുസരിച്ച് ആ സ്ട്രാറ്റജി ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഐഡിയലി ഇപ്പം റിലയൻസ് തന്നെ ഞാൻ എടുക്കുന്നു ആസ് ആൻ എക്സാമ്പിൾ, ജസ്റ്റ് ആസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഇത് പറയുമ്പോൾ 2-3 ടെക്നിക്കൽ ഇതുകൂടെ പറയാം ഞാൻ യൂസ് ചെയ്തത്. ഇത് പക്ഷേ പ്ലീസ് നിങ്ങളുടെ റിസർച്ച് ചെയ്യാതെ ഈ കാണുന്ന ആളുകൾ ഇത് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ റിസർച്ച് ചെയ്യുക. ഒന്ന് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് പറയും. ഓക്കെ, ഞാൻ ഡെയിലി ചാർട്ട് നോക്കും. ശരി. ഡെയിലി ചാർട്ടിൽ എന്തൊക്കെയാണ് നോക്കും? ഒന്ന് പിവോട്ട് ലൈൻസ്. ഫൈൻ. ഓക്കെ, പിവോട്ട് പോയിന്റ്സ് ആണല്ലേ? പിവോട്ട് പോയിന്റ്സ്. ഫൈൻ. നമ്മൾ ചാർട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ലൈൻസ് ആയിട്ട് വരും. അതെ, ആ പിവോട്ട് ലൈനിന്റെ അടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ പിവോട്ട് ലൈൻസ് ഡെയിലി ചാർട്ടിൽ പ്ലസ് VWAP, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഓക്കെ, ഇറ്റ്സ് ആൻ ഇൻഡിക്കേറ്റർ. ഡെയിലി ചാർട്ടിൽ VWAP വരില്ല. ഈസ് എ ഡേ ട്രേഡിംഗ് ടൂൾ. ഓക്കെ, അപ്പോൾ ഈ സ്മാർട്ട് മണിയുടെ മൂവ്മെന്റ് ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് VWAP കൊണ്ടിട്ടാണ്. ഓക്കെ, ഡെയിലി ചാർട്ടിൽ ആങ്കേർഡ് VWAP എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. VWAPനെ നമ്മളൊരു പാസ്റ്റ് ഒരു ഡേറ്റ് കൊണ്ട് ആങ്കർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സീരീസ് തുടങ്ങുമ്പോൾ ഇപ്പോൾ ട്യൂസ്ഡേ എക്സ്പയറി, വെനസ്ഡേ ഓഫ് ദി ഫോളോയിങ് വെനസ്ഡേ ഈ VWAPനെ കൊണ്ട് ആങ്കർ ചെയ്യും. അപ്പോൾ അത് ഡെയിലി ചാർട്ടിൽ വരും. വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഓക്കെ, ഈ സ്മാർട്ട് മണി FIIs DIIs ഒക്കെ മേടിക്കുന്നതും വിൽക്കുന്നതും ഈ VWAP അവർ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് വരുന്ന ഒരു ഇൻഡെക്സ് ആണ് VWAP. അപ്പോൾ VWAP യൂസ് ചെയ്യും. രണ്ടാമത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് RSI ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSI എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 55 മേളിലാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ്, 45 താഴെയാണെന്നുണ്ടെങ്കിൽ ബെയറിഷ്, 45 to 55 നോ ട്രേഡ്സ്. ഓക്കെ, അത് 20 താഴെ വന്നു കഴിഞ്ഞാൽ ഓവർ ബോട്ട്, 80 തന്നെ ഓവർ സോൾഡ്, 80 മേളിൽ പോയാൽ ഓവർ ബോട്ട്. ഇതാണ് RSI. ഞാൻ കുറച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഇൻഡെക്സ് ആണ് RSI. അപ്പം ബുള്ളിഷ് ആണെങ്കിൽ 2 കാര്യം എനിക്ക് മീറ്റ് ചെയ്യണം. ഒന്ന്, ആങ്കേർഡ് VWAPന്റെ മേളിൽ ട്രേഡ് ചെയ്യണം. പ്ലസ് RSI മസ്റ്റ് ബി അബോവ് 50-55. മൂന്നാമത് ADX. ADX എബോവ് 20 ആണെങ്കിലേ അത് ബുള്ളിഷായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ, ഈ അനലൈസ് നമ്മൾ ചെയ്യും ഡെയിലി. ടെക്നിക്കൽ അനാലിസിസിൽ വരുന്ന ഇത് ഞാൻ അനലൈസ് ചെയ്ത് വെക്കും. അത് ഡെയിലി ചാർട്ടിൽ.
പ്ലസ് 15 മിനിറ്റ്സ് ചാർട്ട്. 15 മിനിറ്റ്സ് ചാർട്ടും ഡെയിലി ചാർട്ടും ഒരേ സൈഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ട് പ്രൈസ് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ശരി. അത് 15 മിനിറ്റ്സ് ആണെങ്കിൽ VWAP, പ്രൈസ് VWAPിന് മേളിലായിരിക്കണം ബുള്ളിഷ് ആകാനായിട്ട്. RSI 55ൻ്റെ മേളിലായിരിക്കണം, ADX എബൌട്ട് 20 ആയിരിക്കണം. അപ്പം എനിക്ക് എൻ്റെ ഒരു ഗസ് ഇറ്റ് മേ ഗോ. എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഫൈനലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ്സ് ചാർട്ടിൽ ഒന്നുകൂടെ നോക്കും. 5 മിനിറ്റ്സിലെ പ്രൈസ് ആക്ഷൻ ഇത് തന്നെ നോക്കും. ശരി. എന്നിട്ട് ആക്ച്വലി ഇവിടെയാണ് സൈക്കോളജിയുടെ ഒരു ഇത് വരുന്നത്. അത്രയേറെ പേഷ്യൻസ് ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ അലൈൻമെന്റ് കിട്ടൂല. അതാണ് ഒരു ഇഷ്യൂ വരുന്നത്. ഓക്കെ, എങ്ങനെയെങ്കിലും അത് ഞാൻ ഒരു സ്ക്രീനേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സ്ക്രീനേഴ്സിൽ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷെയർസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ എനിക്കൊരു ഫീല് കിട്ടി, ഇത് ബുള്ളിഷ് ആണെന്ന് ഫീല് കിട്ടി. അപ്പം ഞാൻ എടുക്കുന്ന ട്രേഡ് ഇപ്പം റിലയൻസ് ബുള്ളിഷാണ്. ഞാൻ 1380 രൂപയുടെ പുട്ട് വിൽക്കും. ഇത് ചെയ്യരുത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഞാനിത് ചെയ്ത് കൊണ്ടും കൊടുത്തും പരിചയമുള്ള പോലെ എന്ന് പറഞ്ഞതുപോലെ ചെയ്ത് പരിചയപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുക പ്ലീസ് ചെയ്യരുത്. 1380 രൂപയുടെ പുട്ട് വിൽക്കുന്നു, 1340 രൂപയുടെ പുട്ട് മേടിക്കുന്നു. എക്സാമ്പിളാണ്. അല്ലെങ്കിൽ 30 ഡെൽറ്റ പുട്ട് സെല് ചെയ്യുന്നു, 10 ഡെൽറ്റ പുട്ട് മേടിക്കുന്നു ഫോർ എ നെറ്റ് ക്രെഡിറ്റ്. ബിക്കോസ് ഞാൻ ഗസ് ചെയ്യുന്നു റിലയൻസ് മേലോട്ട് പോകും. അപ്പം എനിക്ക് അതിനകത്ത് 5 പ്രോബിലിറ്റി 4 എനിക്ക് ഫേവറാണ്. റിലയൻസ് ഡീപ്പായിട്ട് താഴെ വന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം മന്ത് ഇനീഷ്യൽ സ്റ്റാർട്ട് ഓഫ് ദ മന്ത് 20 രൂപയായിരിക്കും. 20 × 50 500 10,000 rupees ഒരു കോൺട്രാക്റ്റിൽ. ഓക്കെ, ഇനിയാണ് ഇത് അത് ഞാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഞാനത് മോണിറ്റർ ചെയ്യുന്നു. എങ്ങാനും ട്രേഡിൻ്റെ അഗെയിൻസ്റ്റ് പോയാൽ ഞാൻ ട്രേഡിൻ്റെ മറ്റേ സൈഡ് കയറും. കാൾ സൈഡ് ഞാൻ കയറിയില്ല. അതെങ്ങനെ റിലയൻസ് 1400 കുറഞ്ഞിട്ട് 1390 ഞാൻ 1410ൻ്റെ കാൾ വിൽക്കും, 1440ൻ്റെ കാൾ മേടിക്കും. അവിടെ നിന്ന് എനിക്ക് 10 രൂപ കിട്ടി. അപ്പം എൻ്റെ നെറ്റ് ക്രെഡിറ്റ് 20 രൂപയായി. ഇങ്ങനെ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. അപ്പം ആദ്യത്തെ പുട്ട് ക്രെഡിറ്റ് സ്പ്രെഡ് ഒന്ന് പറയും ടെക്നിക്കലി. രണ്ടാമത്തെ കാൾ ക്രെഡിറ്റ് സ്പ്രെഡ്. ശരി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് സ്ട്രാറ്റജിയായി അയൺ കോണ്ടർ എന്ന് പറയും. അയൺ കോണ്ടർ. അപ്പം ഞാൻ അയൺ കോണ്ടറിലെത്തി. പിന്നെയും ഇതെന്തെങ്കിലും പ്രൈസ് ഗോസ്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ ഈ 20 രൂപ പ്രോഫിറ്റ് ഇരിക്കുക. 20 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് അല്ല, സോറി, 20 രൂപ എൻ്റെ അടുത്തുണ്ട്. എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും കാൾ മേടിക്കാം, പുട്ട് മേടിക്കാം, ഒരുപാട് ഓപ്ഷൻസ് എനിക്കുണ്ട്. ഇപ്പം ഈ ഗാമ റിസ്ക് അതങ്ങ് കയറിപ്പോയാൽ ഞാൻ എവിടെയെങ്കിലും അത് കയറി മേടിക്കാൻ തുടങ്ങും. ഇതിൻ്റെ ഏറ്റവും നല്ല ഹെഡ്ജിങ് ടൂൾ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സാണ്. 20 രൂപ നമ്മൾ ഇരിക്കുന്നു, ആ ഫ്യൂച്ചേഴ്സ് നമുക്ക് മേടിക്കാനോ വിൽക്കാനോ പറ്റും, ഓപ്ഷൻസ് ഹെഡ്ജ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഹെഡ്ജിങ് ടൂളാണ്. ഇപ്പോൾ ഉള്ളൊരു ലൈവ് ഒരു സിറ്റുവേഷൻ പറയും. ഇപ്പം കോൾ ഇന്ത്യ, ഞാൻ ഇതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. ഗവൺമെൻറ് കമ്പനീസിൻ്റെ ഒരു ഫാനാണ്. കോൾ ഇന്ത്യ, ONGC, NTPC, പവർ ഗ്രിഡ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം മാർജിനാണ്. മാർജിൻ ലിക്വിഡിറ്റി. രണ്ട് കാര്യം. ഈ ഗവൺമെൻറ് കമ്പനീസിന് നോക്കിയാൽ മാർജിൻ വളരെ കുറവാണ്. അപ്പോൾ ഒരു അയൺ കോണ്ടർ സിറ്റുവേഷനിലേക്ക് എത്തിയ ഒരു 60,000 rupees ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അയൺ കോണ്ടർ എനിക്ക് എടുക്കാൻ പറ്റും. ONGC, കോൾ ഇന്ത്യ ഇതിനകത്ത്. ഇപ്പോൾ കോൾ ഇന്ത്യയിൽ ഞാൻ എടുത്തപ്പം ഇപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഞാൻ പറയും. കോൾ ഇന്ത്യയിൽ ഞാൻ ചെയ്തപ്പോൾ ഞാൻ 390 രൂപ ചെയ്യരുത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ ചെയ്യരുത് പ്ലീസ്. 390 രൂപയുടെ ഏതായിരുന്നു കോൾ ഇന്ത്യയുടെ പ്രൈസ്. ഞാൻ 400 രൂപയുടെ പുട്ട് വിറ്റു. അപ്പം അതിനകത്ത് 2-3 കാര്യമുണ്ട്. ഇത് ഓപ്ഷൻസ് അറിയാം. അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, അങ്ങനെയൊക്കെ വരാം സ്ട്രൈക്ക് പ്രൈസ്. അപ്പം ഞാൻ ഇൻ ദ മണി പുട്ട് വിൽക്കുക 400 രൂപയുടെ. 10 രൂപ ഞാൻ ഓൾറെഡി ഞാൻ ലോസ് എടുക്കുക. ലോസ് അല്ല, 10 രൂപ ഡിഫറൻസാണ്. ആ 10 രൂപ എനിക്ക് കിട്ടി. അപ്പം എനിക്കൊരു 15 രൂപ പ്രീമിയം കിട്ടി. ഓക്കെ, 15 രൂപ എനിക്ക് പ്രീമിയം കിട്ടി. ഞാൻ ഇൻ ദ മണി പുട്ട് വിൽക്കുക, 15 രൂപ എനിക്ക് പ്രീമിയം കിട്ടി.
ഞാൻ 400 രൂപയുടെ ഒരു കാളും കൂടെ വിറ്റു അതേ ദിവസം ആ സമയത്ത് തന്നെ. അപ്പോൾ എൻ്റെ അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ റേഞ്ച് ബൗണ്ട് ഒരു ഷെയർസാണ്. എവിടെ പോയാലും 400 രൂപ അടുത്ത് വന്നിട്ട് ഇത് തീരും ഇതിൻ്റെ. ആ ഒരു അസംഷനാണ് ഞാൻ ചെയ്തത്. 400 രൂപയുടെ കാളും കൂടെ വിറ്റു. ഇതിനൊരു 15 രൂപ കിട്ടി, 400 രൂപ കാളിൻ്റെ ഒരു 5 രൂപ കിട്ടി. എന്നിട്ട് 400 രൂപയുടെ പുട്ട് ഹെഡ്ജ് ചെയ്യാനായിട്ട് 380 രൂപ ഞാൻ ഹെഡ്ജ് ചെയ്തു. ഞാൻ 2-3 രൂപ അതിന് കൊടുത്തു. 400 രൂപയുടെ കാള് ഞാൻ 420 രൂപയ്ക്ക് ഹെഡ്ജ് ചെയ്തു, മേടിക്കുന്നു. പിന്നെ 3-4 ട്രേഡ് ഇത് മൂവ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മേടിച്ചു, വിറ്റ്, അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പം വിത്തിൻ എ വീക്ക്, ഈ ലാസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ഇത് എവിടെ പോലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പം സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും പൊക്കോ, എനിക്കൊരു 15,000 റുപ്പീസ് ക്രെഡിറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അതാണ് ഇതിന്റെ ഗുണം. 15,000 റുപ്പീസ് ഓഫ് 60,000 റുപ്പീസ് ഈസ് ഡീസന്റ് പ്രോഫിറ്റ്. എപ്പോഴും കിട്ടണമെന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് സാറിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ശരിക്കും? ഇപ്പൊ ഈ സാറ് പറഞ്ഞു കുറെ കാൽക്കുലേഷൻസ് ആൻഡ് കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്റെ ഇപ്പോഴത്തെ എക്സ്പെൻസ് ഒക്കെ നടന്നു പോകുന്നത് അങ്ങനെയാണ്. ഓ, അപ്പൊ സാറ് ട്രേഡിംഗ് ഇൻകത്തിൽ നിന്ന് നല്ല രീതിയിൽ എക്സ്പെൻസ് ഒക്കെ? എന്റെ എല്ലാ എക്സ്പെൻസും നടന്നു പോകുന്ന എന്റെ ഓപ്ഷൻ ട്രേഡിംഗ് ഇൻകത്തിൽ നിന്നാണ്. ഓക്കെ, പക്ഷെ ഇത് ഇത്തിരി എന്താ പറയാ, ഇത്തിരി കോംപ്ലിക്കേറ്റഡ്. ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതെ, ഇപ്പൊ സാറ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ കുറെ കാൽക്കുലേഷൻസ് കാര്യങ്ങൾ, ഇതൊന്നും അറിയാത്തൊരു പ്രേക്ഷകനെ സംബന്ധിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ഒരു തോട്ടൊക്കെ ആയിരിക്കും, റൈറ്റ്? ചിലപ്പോൾ അറിയുന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ മൈഫിൻ TV ഫോളോ ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മൾ ലൈവ് മാർക്കറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി അത് യൂട്യൂബിൽ ലൈവ് പോകാറുണ്ട്. ഇപ്പൊ ഓപ്പണിംഗ് അവേഴ്സ് ഒക്കെ, ഇപ്പൊ മാർക്കറ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട് നമ്മുടെ സൂരജ് സാറൊക്കെ. സോ ഡെഫിനറ്റ്ലി അങ്ങനെ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ ഐഡിയാസ് ഉണ്ടായിരിക്കും, ഓപ്ഷൻസിനെ കുറിച്ച് അറിവുള്ളവരുണ്ടായിരിക്കും, അവർക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലെ ഡീപ്പായിട്ട് അറിയാത്ത ആളുകളുണ്ടായിരിക്കും. എനിവേ, ഇതൊരു കുറച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? അതെ, ഷുവർലി. ഇത് നിങ്ങൾ സ്വയം ചെയ്യണമെങ്കിൽ ഇത് പഠിക്കണം. അതെ, ടൈം എടുക്കും, എഫേർട്ട് വരും, എഫേർട്ട് ഉണ്ട്, ടൈം ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻസിനെ കുറിച്ച് മുഴുവൻ പഠിക്കണം. ഇപ്പൊ PCR എന്ന് പറയുന്ന സംഭവം, പുട്ട് കാൾ റേഷ്യോ, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ, പുട്ട് കാൾ റേഷ്യോ. ഇൻഡിക്കേറ്റർ എന്ന് പറയാമെന്ന് തന്നെ എനിക്കറിയില്ല. ഇതാണ് പുട്ട് കാൾ റേഷ്യോ. ഈ പുട്ട് കാൾ റേഷ്യോവിന് തന്നെ ഒരു ദിവസം ഒരു വർക്ക്ഷോപ്പ് എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഒരു 6 hours 7 hours നമുക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് കണ്ടീഷൻസ് അതിനകത്തുണ്ട്. ഇപ്പൊ പുട്ട് കാൾ റേഷ്യോ ഫ്രം 0.8 to 1.2 എന്താ ചെയ്യേണ്ടത്, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? പുട്ട് കാൾ റേഷ്യോ 1.5 മേളിൽ പോയി, എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഇപ്പോൾ ഓവർ സോൾഡ്, ഓവർ എല്ലാം നമുക്ക് ഈ PCR നിന്ന് എടുക്കാൻ പറ്റും. ഇതിനേക്കാളും മറ്റേ മാർക്കറ്റ് പൊസിഷനിങ് ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, ലോങ് ബിൽട്ടപ്പ്, ഷോർട്ട് ബിൽട്ടപ്പ്, അൺവൈൻഡിങ് ബൈ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അത് നോക്കിയേ പറ്റൂ. FIA ഡാറ്റ അത് നോക്കിയേ പറ്റൂ. അപ്പോൾ ഇതൊരു ഒരു ഡിഫിക്കൽട്ട് അല്ല, പക്ഷേ ഇത് അനലൈസ് ചെയ്യണം പ്രോപ്പറായിട്ട്. ഇത് പഠിച്ച് ചെയ്താൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ലീഡിങ്ങാണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആദ്യം ആക്ഷൻ സംഭവിക്കുന്ന ഓപ്ഷൻസില്ല, പിന്നെയാണ് നമ്മുടെ അണ്ടർലൈനിൽ ഷെയർസിൽ സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ PCR നോക്കിയിട്ട് അത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ഓപ്ഷൻസ് ഡാറ്റ നോക്കിയിട്ട് ഷെയർസ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഓപ്ഷൻസ് ഡാറ്റ നോക്കിയിട്ട് ഓപ്ഷൻസ് തന്നെ ട്രേഡ് ചെയ്യണമെന്നില്ല, ഷെയർസ് ട്രേഡ് ചെയ്യണമെന്നും ചെയ്യുന്നവരുണ്ട്. പിന്നെ ഓപ്ഷൻസിൽ കുറേ റിസ്ക് ഫ്രീ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പം LIC ഞാൻ എടുത്താൽ, LIC ഞാൻ ആക്ടിവേറ്റ് ചെയ്യുമായിരുന്നു, ഇപ്പം അത്ര ഇല്ലെങ്കിലും ആക്ടിവേറ്റ് ചെയ്യുമായിരുന്നു. LICയുടെ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 700 റുപ്പീസാണ്. ഇപ്പോൾ ഉള്ള പ്രൈസ് എനിക്ക് തോന്നുന്നു 900-ന്റെ അടുത്ത് ഏതാണ്ട. ഓക്കെ, അപ്പം 700 into 900 എത്ര? 5,60,000. അപ്പോൾ എനിക്ക് LICയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് 5,60,000 റുപ്പീസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ LICയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ എനിക്ക് ഓപ്ഷൻസ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു 900 റുപ്പീസ് LICയുടെ നല്ല പ്രൈസാണ്. പെർട്ടിക്കുലർലി ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ GST പോയി, അതൊരു ഡബിൾ എഡ്ജ്ഡ് ആയിട്ട് പറയുന്നു. ഇൻഷുറൻസിൻ്റെ GST പോയത് ഇൻഷുറൻസ് കമ്പനീസ് നല്ലതല്ലെന്നുള്ള അനാലിസിസ് ഉണ്ട്. എന്നാലും ഓക്കെ, ഞാനത് ആ ആസ്പെക്റ്റിലോട്ട് കിടക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു 900 റുപ്പീസ് നല്ല പ്രൈസാണ് LICയുടെ. ഇതൊന്നും അല്ല കേട്ടോ, ബൈ സെൽ ചെയ്യാനുള്ളൊരു ഇതൊന്നും അല്ല. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ചെയ്ത് കണ്ടിട്ട് ആളുകൾ കയറി LIC 900 ആവും അങ്ങനെ ഒരു അസ്യൂമൊന്നും ചെയ്യണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു 900 റുപ്പീസ് നല്ല പ്രൈസാണ്. അപ്പം LIC 900-ന് മേടിക്കുന്നതിന് പകരം ഞാൻ LICയുടെ 900-ന്റെ പുട്ട് സെല് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ LICയുടെ വില 880 ആ റേഞ്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് 20 റുപ്പീസ് ഇൻ ദ മണി കിട്ടി. അതല്ലാതെ പ്രീമിയം ഒരു 30 റുപ്പീ കിട്ടി.
₹30 എനിക്ക് ആൾറെഡി കിട്ടി. അപ്പോൾ 700 into 30, 21,000 rupees എനിക്ക് ആൾറെഡി കിട്ടി. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് പുട്ട് സെല് ചെയ്തു. അപ്പം ഞാൻ മേടിക്കാൻ പോകുന്ന പ്രൈസ്, LICയുടെ പ്രൈസ് എത്ര രൂപയ്ക്ക് മേടിച്ചാൽ അതിൽ നിന്ന് ₹30 എനിക്ക് ആൾറെഡി കിട്ടി. ഇതിനെ നേക്കഡ് പുട്ട്സ് എന്ന് പറയും. ഓക്കെ. ബട്ട് നേക്കഡ് സപ്പോർട്ടഡ് ബൈ ക്യാഷ്. അതായത് ക്യാഷ് ഇരിപ്പുണ്ട് 5,60,000. ഏത് സെക്കൻഡാണോ ഇത് താഴെ പോകുന്നത് ആ സെക്കൻഡ് ഞാൻ LIC മേടിക്കും. മച്ച് ലെസർ പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. മേലോട്ട് പോയെങ്കിൽ ഓക്കെ, എനിക്ക് മറ്റേ ഇത് പുട്ടിന്നതിൻ്റെ പൈസ കിട്ടും. ഓക്കെ. ഭയങ്കര മൂവ്മെൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിങ്ങനെ മൂവ് ചെയ്യില്ല. ഇങ്ങനെയുള്ള ഗവൺമെൻറ് കമ്പനീസ് ഒന്നും ഒരു ഓവർനൈറ്റ് ഇങ്ങനെ വരില്ല. വലിയ ന്യൂസ് ഒന്നും ഇല്ലാതെ അങ്ങനെ അത് മൂവ് ചെയ്യില്ല. സാർ, ഇപ്പോൾ മാർക്കറ്റിൽ അൺസർട്ടൺ ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വല്ല ന്യൂസ് കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എപ്പോഴും സാറിന്റെ റിസ്ക് മാനേജ്മെന്റിന് അത് ഒരു പ്രോബ്ലം ആയിട്ട് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അതിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ മറ്റേ എൻ്റെ കൂടെ പറയാം. എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് LIC മേടിക്കേണ്ടി വന്നു. 700 LIC ഞാൻ മേടിക്കുന്നു. ഞാൻ മേടിക്കുന്നത് 870 രൂപ എനിക്ക് ആവറേജായി. പുട്ടിൻ്റെ പൈസ അതൊക്കെ കിട്ടിയിട്ട് 870 രൂപ ആവറേജായി. ആ സെക്കൻഡ് തന്നെ എനിക്ക് 900 rupees ഒരു കാൾ വിൽക്കാൻ പറ്റും ഫോർ സേ 20 rupees. LIC ഇൻ കേസ് വമ്പൻ രീതിയിൽ കയറിപ്പോയാൽ എനിക്ക് റിസ്ക് ഇല്ല, ഞാൻ റിസ്ക് ഫ്രീ ആണ്. എനിക്ക് 20 rupees എനിക്ക് കിട്ടി. അത് കവേർഡ് കാളെന്ന് പറയും. ഓക്കെ. അപ്പം ഈ ക്യാഷ് പുട്ട്, ക്യാഷ് വെച്ചിട്ട് നമ്മൾ വിൽക്കുന്ന പുട്ട്, ഷെയർ വെച്ച് നമ്മൾ ചെയ്യുന്ന കാള്, അവിടെ മുതൽ നമ്മുടെ സ്ട്രാറ്റജീസ് തുടങ്ങുക. അതൊക്കെ റിസ്ക് ഫ്രീ സ്ട്രാറ്റജീസാണ്. ഓക്കെ. സോ ഈ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ മാറ്റി വയ്ക്കുവാണെങ്കിൽ, ഓക്കെ, ജനറലി സ്പീക്കിംഗ് ഞാൻ ചോദിക്കുന്നത് ഇതാണ്. സാറിന് ഇപ്പോൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ എന്തെങ്കിലും, ഇപ്പോൾ പെട്ടെന്ന് വാറിൻ്റെ അനൗൺസ്മെന്റ് അങ്ങനെയൊക്കെ പലതും വരുന്ന സമയത്ത് മാർക്കറ്റ് നമ്മളുടെ എക്സ്പെക്ടേഷന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ സാറിന് എപ്പോഴെങ്കിലും ഒരു വലിയൊരു ലോസ് ബുക്ക് ചെയ്യേണ്ട സിറ്റുവേഷനോ, അല്ലെങ്കിൽ സാറിന്റെ റിസ്ക് മാനേജ്മെന്റിൽ ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാലോ. അത് വേണം, തുറന്നു പറയാം. കൊറോണ ടൈം, കൊറോണ ഡേയ്സ്, അപ്പോൾ 2021. അതെ, ഒരുപാട് പേര് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയം. കൊറോണ കഴിഞ്ഞപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിലോട്ട് ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ എൻ്റർ ചെയ്യാൻ സമയത്ത് എക്സ്പീരിയൻസ്. ഓക്കെ. ഞാൻ അന്ന് ചെയ്യുന്നത്, നമ്മൾ മിക്കവാറും മാർക്കറ്റിലായതുകൊണ്ട് ഈ നേക്കഡ് കാൾസും നേക്കഡ് പുട്ട്സും നമ്മൾ വിൽക്കും. എന്ന് വെച്ചാൽ ഞാൻ പറയും, ഇപ്പോൾ 10 lakh rupees എന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചു ട്രേഡിങ്. ഈ നേക്കഡ് കാളും നേക്കഡ് പുട്ടും നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഇത് 10 lakhs നിന്ന് 30 lakhs, 3 lakh rupees ഒക്കെ പ്രീമിയം കളക്ട് ചെയ്യും. അതിനു മുമ്പ് മാർക്കറ്റ് കുറേ ഐദർ ബുള്ളിഷ് ആയിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ശാന്തമായിരുന്നു. ഇത് കൊറോണ ഡിക്ലെയർ ചെയ്യുന്നു, ലോക്ക്ഡൗൺ ഡിക്ലെയർ ചെയ്യുന്നു, മാർക്കറ്റ് അങ്ങ് അടിച്ചു താഴെ പോകുന്നു. അന്ന് തന്നെ കുറേ പൈസ പോയി, എല്ലാവരുടെയും പോയി. ഓക്കെ. എന്നാലും പക്ഷെ നമ്മൾ പിടിച്ചു തന്നു, താഴെയൊക്കെ മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചു തന്നു. അത് എഫക്റ്റ് ചെയ്തില്ല. എഫക്റ്റ് രണ്ടാമത് പിന്നെ എഫക്റ്റ് ചെയ്തു. മാർക്കറ്റ് അങ്ങ് വലിയ രീതിയിൽ അങ്ങ് കയറിപ്പോയി. അത് വല്ലാതെ നമ്മൾ എന്നെ ഒന്ന് കുലുക്കി. പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. സി, നമ്മൾ അങ്ങനെയെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ആയി മാറില്ലേ. നമ്മളിങ്ങനെ അത് വല്ലാതെ നമ്മളെ എന്നെ കുലുക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡിസിഷൻ എടുത്തു, ഹെഡ്ജ് ചെയ്യാതെ ഞാൻ ചെയ്യില്ല. പിന്നെ മുതൽ 2022 മുതൽ ഞാൻ എപ്പോഴും എൻ്റെ ഹെഡ്ജ്ഡ് പൊസിഷൻസേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് കോൾ ഇന്ത്യയുടെ പറഞ്ഞ പോലെ എങ്ങോട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല. ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നില്ല കോൾ ഇന്ത്യ. ലാസ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വീക്ക് റോൾ ഓവർ ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഹെഡ്ജ്ഡ് പൊസിഷൻസേ എടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഹെഡ്ജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഫ്യൂച്ചേഴ്സാണ്. അപ്പം നമ്മൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാൻ പാടില്ല. ഫ്യൂച്ചേഴ്സിനുള്ള മാർജിൻ കൂടെ നമ്മൾ വെക്കണം. അപ്പോൾ ഫ്യൂച്ചേഴ്സിന് ഈക്വലി ഇപ്പം റിലയൻസ് ഫ്യൂച്ചേഴ്സ് ഉണ്ട് 1,40,000, ആ മാർജിൻ നമ്മൾ സെപ്പറേറ്റ് വെക്കണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 65-70% കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ റിസ്ക് മറ്റേ ലോസ് ബുക്ക് ചെയ്യാനായിട്ട് ഹെസിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. പ്രോഫിറ്റ് അതങ്ങനെയല്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് ഗെയിം. സോ ലോസ് ആണെങ്കിൽ ലോസ്, ഇറ്റ്സ് ഓക്കെ. ഓക്കെ. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ലോസ് നമ്മൾ ബുക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. അതായത് മെന്റൽ സ്റ്റോപ്പ് ലോസ് വെക്കുമോ, അല്ലെങ്കിൽ പുട്ട് മേടിക്കുക, എന്താ ഒരുപാട് രീതിയിൽ നമുക്ക് ലോസ് എടുക്കാൻ പറ്റും. അതങ്ങ് എടുത്തേക്കണം, കണ്ണുടച്ച് അതങ്ങ് എടുത്തേക്കണം. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കുറവല്ല. നമ്മുടെ ഗസ്, നമ്മുടെ അനാലിസിസ് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു ആ ടൈമിൽ, അതേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. അപ്പോൾ ലോസ് എടുക്കാനായിട്ട് ഒരു ഹെസിറ്റേഷൻ ഉണ്ടാകാൻ പാടില്ല, എടുത്തേക്കണം.
സാറ് കുറച്ച് മുമ്പ് പറഞ്ഞേ ഉം. 5 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ മേലെ പോവാം, അല്ലെങ്കിൽ താഴെ പോവാം, അല്ലെങ്കിൽ കുറച്ച് മേലെ പോവാം, കുറച്ച് താഴെ പോവാം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാം. ഇതിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓപ്ഷൻ ട്രേഡർ ഉണ്ട്, ഓപ്ഷൻസ് ട്രേഡർ ആണ് ഓപ്ഷൻ സ്ട്രാറ്റജി ട്രേഡർ ഉണ്ട്. ട്രേഡർ. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നിരിക്കെ എന്തുകൊണ്ടാണ് സെബി തന്നെ പറയുന്നത് മാർക്കറ്റിലോട്ട് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നതിൽ 90% ആളുകളും ഓപ്ഷൻ ട്രേഡിങ്ങിൽ ലോസ് ആണ്, അല്ലെങ്കിൽ 90 to 93% ആളുകളും കാശ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്? വൈ? മീൻസ് ഒന്ന് പ്രോപ്പർ നോളജ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, ലോട്ടറി ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. സെബിയുടെ കൺസേൺ അല്ലെങ്കിൽ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ഓപ്ഷൻസില്ല മോസ്റ്റ്ലി. ശരി, കറക്റ്റ്. അപ്പം ഇപ്പം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഒരു 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 ഓപ്ഷൻ എക്സ്പയർ ആകുന്നു, ഒരു ഇൻഡെക്സ് എക്സ്പയർ ആകുന്നു. മൺഡേ ഫിൻ നിഫ്റ്റി, ട്യൂസ്ഡേ വേറെ ഏതോ നിഫ്റ്റി, വെനസ്ഡേ തേഴ്സ്ഡേ നിഫ്റ്റി, ഫ്രൈഡേ സെൻസെക്സ്, ഇങ്ങനെ എല്ലാ ദിവസവും ഒരു ഇൻഡെക്സ് എക്സ്പയർ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു 4-5 മാസം മുമ്പ് വരെ. ഓരോ ദിവസം വെച്ച് ഓരോ മൺഡേ ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, ട്യൂസ്ഡേ മിഡ് ക്യാപ് നിഫ്റ്റി, വെനസ്ഡേ ബാങ്ക് നിഫ്റ്റി, തേഴ്സ്ഡേ നിഫ്റ്റി, സാറ്റർഡേ ഫ്രൈഡേ സെൻസെക്സ്, ഇങ്ങനെ ഓരോ ദിവസവും. അപ്പൊ ഈ ആളുകൾ ചെയ്യുന്നത് അന്ന് പോയി ട്രേഡ് എടുക്കും. അത് പർട്ടിക്കുലർ അന്ന് നമ്മൾ വിറ്റാല് ആളുകളുടെ വിചാരിക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസയാണ്. ഇപ്പം നിഫ്റ്റി എക്സാമ്പിൾ 25,300 ആണെന്ന് തോന്നുന്നു, ആ റേഞ്ച് ആയി. ഇപ്പം ഈ ട്യൂസ്ഡേ എക്സ്പയർ ആകുന്ന 25,300 ഞാൻ പോയിട്ട് 25,400 രൂപ വിൽക്കുന്നു അല്ലെ മേടിക്കുന്നു. ഒരു ഐഡിയ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഒരു 10 രൂപയ്ക്ക് 25,400 മേടിച്ചു, അല്ലെങ്കിൽ ലക്കിലി 10 രൂപ 1000 രൂപയായിട്ട് മാറാം, സീറോയും ആകാം. അപ്പൊ ആളുകൾ ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ഇല്ലാതെ അങ്ങ് കയറി ഈ പ്യുവർ ഗാംബ്ലിംഗ്, കാസിനോയിലൊക്കെ ചെയ്യുന്ന പോലെ പ്യുവർ ഗാംബ്ലിംഗ്. ഇതൊരു ഹെഡ്ജിങ് ടൂളാണ്, ഒരു ഗാംബ്ലിങ്ങിനുള്ള ഒരു ടൂൾ അല്ലല്ലോ. അത് എക്സ്പയറി ഡേറ്റുള്ള ഗാംബ്ലിംഗ്. അപ്പോൾ അതിനകത്ത് കുറേ യൂട്യൂബേഴ്സും അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഗാംബിൾ ചെയ്യാനുള്ള എൻകറേജ്മെന്റും. അവിടെ ആക്ച്വലി ഒരു രീതിയിൽ നല്ലത് തന്നെയാണ്. കുടുംബങ്ങൾ തകരാൻ തുടങ്ങി. ഇപ്പം എൻ്റെ ഒരു വീടുണ്ട്, അത് വിറ്റിട്ട് എനിക്കൊരു 50 ലക്ഷം രൂപ കിട്ടി. 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ ലോട്ടറി മേടിച്ചെങ്ങനെ ഇരിക്കും? അതേ സിറ്റുവേഷൻ. ലോൺ എടുത്തും അതെടുത്തും ഇതെടുത്തും ഇങ്ങനെ ഗാംബ്ലിങ്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഒരു ഇത് പറയാം. ഞാൻ ഡൽഹിയിൽ ഒരു ട്രാവലായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ പഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. അത് നമ്മുടെ ഡൽഹി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അവിടെ ഒരു സർദാർജിയുടെ ബാറുണ്ട്. അവിടെ ഞാൻ ഡൽഹി പോകുമ്പോൾ എപ്പോഴും പോയി കാണുന്ന ഒരു സ്ഥലമാണ് സർദാർജിയുടെ ബാറിൽ പോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എപ്പോഴാണ് ഒരു 5-6 മാസം മുമ്പ്, 6-7 മാസം മുമ്പ് ഞാൻ അവിടെ പോയി സർദാർജിയുടെ അടുത്ത് ഹായ് പറഞ്ഞ് അയാൾ എങ്ങനെയാണ് ഇത് ചോദിച്ച്. തൊട്ടപ്പുറത്തൊരു മനുഷ്യൻ ഇരിക്കുന്നു. അയാൾ കയറി സംസാരിക്കാൻ തുടങ്ങി. അയാൾ ഇന്ത്യൻ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. കുറച്ചു നേരം കഴിയുമ്പോൾ അയാൾ ആകെ കരച്ചിലും പിടിച്ചാൽ ട്രാൻസ്ഫർ ആയിട്ട് പോവാ. ഇൻഡോറോ മറ്റേ ജമ്മുവിൽ നിന്നോ ഇൻഡോറിലെന്തോ ട്രാൻസ്ഫർ ആയിട്ട് ഒരു ഓഫീസറാണ് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നു. 40 ലക്ഷം രൂപയുടെ കടമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അയാൾ ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട്. 40 lakhs. അത് ഈ ഗ്രാറ്റുവിറ്റിന്നും PF അതും ഇതും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ പൈസ മേടിച്ചു. എന്നിട്ട് വല്ലാത്ത കരച്ചില്. എന്തെങ്കിലും ചെയ്യും. എനിക്ക് ഇന്ത്യൻ മിലിറ്ററി ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനാണെന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ അയാൾ എൻ്റെ ഇടയ്ക്ക് എൻ്റെ നമ്പർ എൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അയാൾ വിളിക്കും. പക്ഷെ ഞാനത് എൻകറേജ് ചെയ്യാറില്ല. ചിലപ്പോൾ നമ്മൾ ഒരു ഇല്ലാത്ത കാര്യത്തിൽ പോയി ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്ത്യയിൽ. ഈ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഡീസൻറ്റ് സാലറി, മുഴുവൻ ബെനിഫിറ്റ്സ് ഉണ്ട്, എല്ലാം ഈയുടെ അടുത്തുണ്ട്. 10-40 ലക്ഷം രൂപയുടെ കടമുണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിങ് ചെയ്തിട്ട് സംസാരിച്ച പുള്ളിക്ക് എല്ലാം അറിയാം. ടെക്നിക്കൽ അനലിസ്റ്റ് അറിയാം, എല്ലാത്തിനെ കുറിച്ചും പുള്ളിക്ക് ക്ലിയർ ഐഡിയ. അപ്പോൾ എൻ്റെ അടുത്ത് ഏതാ ബ്രോക്കർ, ഞാൻ 2-3 ബ്രോക്കേഴ്സിൻ്റെ പേര് പറഞ്ഞ് 3-4 ബ്രോക്കർ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അതിൻ്റെ റേറ്റും ഫാനിങ് എല്ലാം അറിയാം. ഏത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു എല്ലാം പുള്ളിക്കറിയാം. പക്ഷെ പുള്ളിക്ക് ലോസ് റിക്കവർ ചെയ്യാനായിട്ട്, റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയും, ലോസ് റിക്കവർ ചെയ്യാനായിട്ട് കൂടുതൽ കോൺട്രാക്ട് എടുക്കും. ഇതൊക്കെ ഈ വീക്ക്ലി ഓപ്ഷൻസ് കൊണ്ട് പറ്റിയൊരു എന്താ പറയുക സംഭവമാണ്. ഒരുപാട് കുടുംബങ്ങൾ തകർന്നില്ല. മദ്യം തകർക്കുന്ന പോലെ ഒരുപാട് കുടുംബങ്ങളെ തകർത്ത ഒരു സംഭവം തന്നെയാണ് ഈ വീക്ക്ലി ഓപ്ഷൻസ്, ഗാംബ്ലിംഗ്, പ്യുവർ ഗാംബ്ലിംഗ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ ഈ 90% ആളുകൾ ലോസ് ഉണ്ടാക്കുന്നു സെബി പറയുമ്പോൾ ഒരു തരത്തിൽ അവർക്കും അതിൻ്റെ ഒരു പങ്കുണ്ടോ? അതായത് ഡെയിലി എക്സ്പയർ കൊണ്ടുവന്ന് വെച്ച്
ഷുവർലി 100%. ഇൻഫ്ലുവൻസേഴ്സും ഡെഫിനറ്റ്ലി അത് നല്ല രീതിയിൽ എൻകറേജ് യൂസ് ചെയ്തു. ചെയ്തു. പ്ലസ് സെബി ഇങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവര് നല്ല രീതിയിൽ അത് ആ സമയത്ത് ഇവരുടെ അടുത്ത് ഡാറ്റ ഉണ്ടായിരുന്നില്ലേ? അത് ഇത് 93% ഇന്ത്യയുടെ ഒരു അവസ്ഥയൊന്നുമല്ല, അത് ഗ്ലോബൽ അവസ്ഥയാണ്. ഓക്കെ. അത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു അവസ്ഥ മാത്രമല്ല, എന്ത് ബിസിനസ് തുടങ്ങിയാലും 90% ഓഫ് ദ ബിസിനസ് ഫെയിലാണ്. പിന്നെ ഈ ചെറിയ കടയൊക്കെ തുടങ്ങുന്ന ആളുകൾ അതങ്ങനെ പിടിച്ചിരിക്കുക എന്നുള്ളത്. UPSC എക്സാമിനേഷന്റെ പെർസെന്റേജ് വെച്ച് നോക്കിയാൽ ഏകദേശം 90% ആളുകൾക്കും ഡെഫിനറ്റ്ലി കിട്ടുന്നില്ല. അല്ലേ? ഇപ്പൊ UPSC എന്ന് പറഞ്ഞാൽ 4-5 വർഷം കോച്ചിങ്ങിനും ട്രെയിനിങ്ങിനും ഒക്കെ പോയി 5 വർഷമായി ലൈഫിൽ നിന്ന് കളയുന്നത്. അപ്പൊ ഈ 90-10 ഒരു വലിയൊരു ഇഷ്യൂ അല്ല. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. നോളജും പ്രോപ്പർ നോളജ് ഇല്ലാതെ ഇപ്പൊ US-ലും അത്രയൊക്കെ തന്നെ ലോസ് ഉണ്ട്. സാറ് US ഓപ്ഷൻസ് ഒക്കെ ചെയ്തിരുന്നു. 90% US-ലും ലോസ് ഉണ്ട്. 90% ഉള്ള ആളുകളും 90% ആളുകളും ലോസ് ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുമോ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീറോ സം ഗെയിം എന്ന് പറയും. നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്നത് തന്നെ ലോസില്ല. ഓക്കെ, നമ്മൾ തൊടുന്നത് തന്നെ ലോസില്ല. എന്നുവെച്ചാൽ ആ ബ്രോക്കറേജ് വന്നു, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വന്നു, STTയുടെ മേളിൽ GST വന്നു, പിന്നെ സ്പ്രെഡ്. ഇപ്പൊ 100-101 100 ഓഫർ പ്രൈസ് 101 സെൽ പ്രൈസും ആണെന്നുണ്ടെങ്കിൽ 1 രൂപയുടെ ലോസ് അപ്പം തന്നെ വന്നു. അപ്പം മാർക്കറ്റിന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെ ലോസില്ല. അപ്പം ഇതൊരു സീറോ സം ഗെയിം അല്ല. ഒരാളുടെ പ്രോഫിറ്റ് മറ്റേയാളുടെ ഗെയിൻ അങ്ങനെയല്ല. ഗവൺമെന്റ് ആണ് ഇതിനകത്ത്, ഗവൺമെന്റും ബ്രോക്കേഴ്സും കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ്. അപ്പൊ അതൊരു പ്രശ്നം. ഈ സെബിയുടെയും പിന്നെ ജെയിൻ സ്ട്രീറ്റിന്റെയും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഷുവർലി അതാണ് ഈ മണി പവർ എന്ന് പറയും. മണി പവർ. എൻ്റെ അടുത്ത് ഒരു 25,000 കോടി രൂപ അല്ലെ 10,000 കോടി രൂപ ഒന്നുണ്ടെങ്കിൽ എനിക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ജെയിൻ സ്ട്രീറ്റിന്റെ ഇൻസിഡന്റ്. ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു US പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേമാണ്. പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേം എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ കൂടെ പൈസ കളക്ട് ചെയ്തിട്ട് തുടങ്ങുന്ന ഒരു ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ഫേമാണ് പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേം. US റൂൾ വെച്ചിട്ട് പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേമിന് ഡെപ്പോസിറ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവർ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റും അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. പ്യൂർലി ഫോർ ട്രേഡിംഗ്. അപ്പൊ ഇവര് ലോകത്തുള്ള 10-30 രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. ജെയിൻ സ്ട്രീറ്റ്. അപ്പം ഫൈനാൻഷ്യലി വെരി വെരി ഫിൽത്തി റിച്ച്, വെരി റിച്ച്. അപ്പൊ ഇവര് ചെയ്തത് 2 ഇതിലാണ് ഇവര് ട്രേഡ് ചെയ്യുന്നത്. ഒന്ന് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. അപ്പം ബാങ്ക് നിഫ്റ്റി എടുക്കാം ആസ് എൻ എക്സാമ്പിൾ. ബാങ്ക് നിഫ്റ്റി ഇപ്പൊ 53,000 അങ്ങനെ ഏതാണ്ടാന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ഞാൻ ഇൻഡിവിജ്വൽ ഓപ്ഷൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ നിഫ്റ്റി ഞാൻ ട്രാക്ക് ചെയ്യും, ബാങ്ക് നിഫ്റ്റി ട്രാക്ക് ചെയ്യും, പക്ഷെ പോയിന്റ് ടു പോയിന്റ് ട്രാക്ക് ചെയ്യാറില്ല. ഇപ്പൊ 53,000 ആണെന്ന് വെച്ചു എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റിയുടെ. ഇവർ ചെയ്യുന്നത് 53,000-ന്റെ പുട്ട് വിൽക്കും, അല്ല കാള് വിൽക്കും, എന്തെങ്കിലും ഒരു ഇത് വിൽക്കും, വെരി ഹൈ ലെവലിൽ അങ്ങ് വിൽക്കും. നമ്പേഴ്സ് ചെറു പൈസ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇത് കോൺട്രാക്ട് വിൽക്കും. ഇവർ വിൽക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിറ്റ് വരും. എന്നിട്ട് എക്സ്പയറി ഡേ, ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ വെനസ്ഡേ ആയിരുന്നു. വെനസ്ഡേ അത് മാക്സിമം ആക്കും ഇവർ കോൺട്രാക്ട്. എന്നിട്ട് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ 12 ഷെയറാണ് ബാങ്ക് നിഫ്റ്റിയുടെ അണ്ടർലൈൻ. 12 ഷെയറിന്റെ ആവറേജ് പ്രൈസാണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. ആ 12 ഷെയറിന്റെ അപ്പോൾ ഫെഡറൽ ബാങ്ക് ഉണ്ട്, അതിനകത്ത് ചെറിയ ബാങ്ക്സ് ഉണ്ട്, വലിയ ലിക്വിഡിറ്റി ഇല്ലാത്ത ബാങ്ക്സ് ഒക്കെ ഉണ്ട്. അത് ഇവർ മേടിക്കും, ഷെയർസ് മേടിക്കും. അപ്പോൾ ഷെയർസ് മേടിക്കുന്നത് കൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവർക്ക് വേണ്ട എത്രയാണോ കുറച്ച് പോയിന്റ്സ് ഒക്കെ ആയിരിക്കും, ഒരു 10 പോയിന്റ് ഒക്കെ ബാങ്ക് നിഫ്റ്റി ഇൻഫ്ലുവൻസ് ചെയ്താൽ അവിടെ അത് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആവും. അപ്പൊ ഇവരുടെ പ്രീമിയം മൊത്തം ഇവർക്ക് കിട്ടും. അത് ഇവർ ചെയ്യുന്നത് വൈകിട്ട് 3 മണി മുതൽ 3:30 വരെ ഉള്ള ടൈമിലാണ് ഈ VWAP എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, വെയിറ്റഡ് വോളിയം വെയിറ്റഡ് ആവറേജ് പ്രൈസ്. VWAP-ലാണ് ഇത് ക്ലോസ് ആകുന്നത്, 3 to 3:30 ഉള്ള VWAP-ൽ. അപ്പൊ ഇവർക്ക് സിസ്റ്റവും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ഒരു മാനിപ്പുലേഷൻ ആണോ? അല്ല, മാനിപ്പുലേഷൻ അല്ലേ? ആണ്. ചെയ്താണ്. എന്നിട്ട് അവർക്ക് മേടിക്കാൻ പാടില്ല, അവർ മേടിക്കാം. ഫെഡറൽ ബാങ്ക് ഇങ്ങനെ ചെറിയ ബാങ്ക്സിന്റെ മേടിക്കാൻ പാടില്ല, അവർക്ക് മേടിക്കാം. അവർ മേടിച്ചു, അവർക്ക് ഓപ്ഷൻസ് വിൽക്കാൻ പാടില്ല, വിൽക്കാം. അവരെല്ലാം ചെയ്ത് ലീഗൽ ഫ്രെയിംവർക്കിനകത്താ. അവരങ്ങനെ സെബി പറയുന്നവർ 4,700 കോടിയോ 4,300
എത്രയോ കോടി അവർ ജെയിൻ സ്ട്രീറ്റ് ഉണ്ടാക്കിയെന്നാണ് സെബി പറയുന്നത്. ആ പോയ 4350 കോടി നമ്മുടെ ഇവിടെ നമ്മുടെയൊക്കെ ഈ ഓപ്ഷൻ ട്രേഡേഴ്സിന്റെ. ഇപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഹൗസ് വൈഫ്സ് മുതൽ എല്ലാവരും ചെയ്യുന്നു. ഒരു എക്സൈറ്റ്മെന്റ്, ഒരു അതറിയില്ല, ഇത് അറിയില്ല എവിടെ പോയി നിൽക്കുന്നു. എന്നാലും ട്രേഡിംഗ് പലർക്കും ഒരു ലഹരിയായി മാറി, ഒരു അഡിക്ഷൻ ആയിട്ട് പറ്റുന്നില്ല, ഒരു അഡിക്ഷൻ ആയിട്ട് ഒരുപാട് വർഷമായിട്ട് ചെയ്ത് ലോസ് ആണെങ്കിലും കുറച്ചു കാലം ബ്രേക്ക് എടുത്താലും പിന്നെയും ചെയ്യണം അല്ലേ, അങ്ങനെ ചിന്താഗതി അങ്ങനെയുണ്ട്. അത് പണ്ട് മുതലുണ്ട്. പക്ഷെ ഇപ്പം ഈ കൊറോണ കഴിഞ്ഞ ഡിമാറ്റ് എക്സ്പ്ലോഷൻ ആയിരുന്നു. എത്രയോ കോടി ഡിമാറ്റ് അങ്ങോട്ട് കൂടി. ഇപ്പോൾ ഉള്ളതിനേക്കാളും എത്രയോ ടൈംസ് ഡിമാറ്റ് കൂടി. പിന്നെ എല്ലാവർക്കും ഇത് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആയി. റീസെന്റ് ആയിട്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്, ഒരുപാട് പേര് ഇപ്പോൾ ട്രേഡിംഗ്, ഐ മീൻ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരുപാട് റൂൾസ് സെബി കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കാം അല്ലെ, ഓപ്ഷൻസ് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ഒരുപാട് റൂൾസ് ഇപ്പോൾ ഇംപ്ലിമെന്റ്സ് ചെയ്യുന്നുണ്ട് അല്ലെ സെബി. ഇപ്പോഴും വലിയതായിട്ട് റൂൾസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ പറ്റും. വീക്കിലി എക്സ്പയറികളിൽ ഇപ്പൊ നിലവിൽ ഡെയിലി ഉണ്ടായിരുന്ന വീക്കിലി എക്സ്പയറി എടുത്ത് കളഞ്ഞതിന് പുറമെ ഇപ്പോഴും വീക്കിലി എക്സ്പയറി ഒഴിവാക്കാൻ പോവാന്നോ അതിലെന്തോ മാറ്റം കൊണ്ടുവരാൻ പോവാന്നോ അവർ പറയുന്നുണ്ട്. ഇത് എന്താണെന്നറിയോ, ഇത് നമുക്കൊരു ഒരു ക്ലിയർ പിക്ചർ വേണം. ആസ് എ ട്രേഡർ, ആസ് എൻ ഇൻവെസ്റ്റർ, ആസ് എ ടീച്ചർ ഓഫ്, അത് നമുക്ക് ക്ലാരിറ്റി വേണം. ഈ സെബിയുടെ പല കാര്യങ്ങളും ക്ലാരിറ്റി ഇല്ല. ഒന്ന് ഏതെങ്കിലുമൊക്കെ സെബി മെമ്പർ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഫോറത്തിൽ വന്ന് പറയുക എന്ന് പറയുന്നത് വളരെ നമുക്കറിയില്ല. ഇവരുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് അറിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. സെബി അത് എങ്ങനെയെങ്കിലും അത് ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം, ഞങ്ങൾ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ അങ്ങനെയൊക്കെ അതറിയില്ല നമുക്ക്. നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനുള്ള പേപ്പേഴ്സ് കൊണ്ടുവരിക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിനകത്തുള്ള ഇൻപുട്ട് എടുക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് സഫീഷ്യൻറ്റ് ടൈം കൊടുക്കുക ആളുകൾക്ക്. അത് ഇമ്പോർട്ടൻ്റാണ്. സെബിയുടെ ഭാഗത്ത് നിന്ന് അത് നടക്കാത്തത് ഒരു ഇഷ്യൂ. കൂടുതലും അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ സെബി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായത്തിനോട്. ഇപ്പോൾ ഒരു അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ F&O എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ ട്രേഡിംഗ് ടെർമിനലിൽ ഒരു വിൻഡോ പോപ്പ് ആയിട്ട് വരും. അതായത് 9 out of 10 traders lose money on an average of 50,000 rupees എന്ന് പറഞ്ഞു. അത് എഡ്യൂക്കേറ്റ്, ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ലോസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആക്ച്വലി സെബിയുടെ ഇതിൽ അതുണ്ട്. സെബി കൊച്ചിയിൽ ഓഫീസ് ഉള്ളപ്പം അതൊക്കെ അവരുടെ ഇതിലുണ്ട്. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ സെബിയുടെ ഒരു വലിയൊരു സംഭവം. പക്ഷെ അതൊന്നും ഒരു ഗ്രൗണ്ട് ലെവലിലോട്ട് എത്തുന്നില്ല. അതൊരു ഒരു എന്താ പറയുക, ഒരു സാധാരണ ഒരാൾ പോയി അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള ലെവലിലേക്ക് എത്തുന്നില്ല. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത് ഏറ്റവും വലിയ പ്രശ്നം ഇൻഫ്ലുവൻസ് അതാണ് കേട്ടോ. അവർക്ക് ഒരു റൂൾസ് ഇല്ല, റെഗുലേഷൻ ഇല്ല. എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വിളിച്ചു പറയും, അത് ഫോളോ ചെയ്യാൻ ആളുകൾ. റീസെന്റ് ആണ് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ കുറച്ച് പേരെന്നെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. അത് ഒരു തുടങ്ങി. പക്ഷെ അത് എന്താ പറയുക, ചുമ്മാ വ്യൂവിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു സ്റ്റഡിയുടെ ബേസ് ഇല്ലാതെ, അക്കാഡമിക് ബേസ് ഇല്ലാതെ, അതൊരു വലിയ പ്രശ്നമാണ്. ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ബിഹേവിയറൽ ഫൈനാൻസിന്റെ ഇത് എടുക്കുമ്പോഴും ഇപ്പൊ ഞാനിപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ഏത് ചെറിയ കട, ഒരു ചെറിയ ചായക്കട പോയി സംസാരിക്കാൻ തുടങ്ങിയാലും എല്ലാവരും ട്രബിളിലാണ്. എല്ലാവർക്കും ഇത്ര വലിയ കടവൊക്കെ എടുത്ത് മേടിച്ച് വെച്ച് എല്ലാവരും ഒരു ചെറിയ ബിസിനസ്സുകാരെ മുഴുവൻ ഇവിടെ. അതൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല, പ്രോപ്പർ അക്കൗണ്ടിങ് ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു ഒരു പ്രശ്നമാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഉണ്ട്. അതല്ലാതെ ഇതും വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ പോകുന്നൊരു സംഭവം. ഇത് ചെറിയ ബിസിനസ്സുകാർ, ചെറിയ ലോണിന്റെ, പിന്നെ ഈ ലോൺ ഒരു വലിയ പ്രശ്നമായിരിക്കും. ഇപ്പം ലോൺ ശരിക്കും ഒരു ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട ഒരു വിഷയമായിട്ടാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ലോൺ തരും അവർ കയ്യിൽ. ലോൺ ഇല്ലാത്ത മലയാളി ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും പറയുന്നത്. അവൈലബിലിറ്റി അതുപോലെ. എനിക്ക് USA വെച്ച് ഓർമ്മയുണ്ട്, എൻ്റെ അപ്പാർട്ട്മെന്റിൽ ചെക്ക് വരും $20,000. പോസ്റ്റ് ബോക്സിൽ തുറന്ന് നോക്കുമ്പോൾ $20,000 ചെക്ക് ഇരിക്കുന്നു കയ്യിൽ. ജസ്റ്റ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. ബാങ്കിൽ ഡെപ്പോസിറ്റ് $20,000 എനിക്ക് കിട്ടി ലോൺ. 36% എത്രയെങ്കിലുമൊക്കെ % ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർ നല്ല പിടുത്തമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉള്ള ഒരാൾക്ക് അതൊരു ടെംപ്റ്റിങ്. എനിക്ക് വേറെ എന്തെങ്കിലും എനിക്ക് അർജന്റായിട്ട് വേണം, നേരെ കൊണ്ട് $20,000 കൊടുത്ത് ബാങ്കിൽ കൊടുത്ത് $20,000 അപ്പം കിട്ടി. 20,000 എന്ന് പറയുമ്പോൾ എത്ര, ഏകദേശം 15 lakh rupees. ഇപ്പോഴത്തെ, അന്നത്തെ ഞാനുള്ളപ്പോൾ 50 rupees ആയിരുന്നു. എന്തായാലും അതപ്പം തന്നെ കിട്ടി.
ഇങ്ങനെയുള്ള ഇതാണ് അവിടുത്തെ ഒരു 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 കൾച്ചർ. ഇവിടെയും അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. മൈക്രോ ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ലോൺ 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 ലോൺ, ക്രെഡിറ്റ് കാർഡ് ലോൺ, ഇങ്ങനെ ലോൺസ്, ഇങ്ങനെ അവൈലബിലിറ്റിയാണ് പൈസയുടെ. അതൊരു വലിയ ട്രാപ്പ്. അത് സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച്, ഷോപ്പിംഗ് അഡിക്ഷനൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ട്രാപ്പായിരുന്നു ഈ ലോൺ ട്രാപ്പ്. അതും രണ്ടാമതൊരു വലിയൊരു നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു ബിഹേവിയറൽ ഫൈനാൻസ് ഇഷ്യൂ ആണ് ലോൺ ട്രാപ്പ്. ഓക്കെ. എന്ത് വേണമെങ്കിലും മേടിക്കാം, എപ്പോൾ വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ ഈ കൺസ്യൂം ചെയ്യാനായിട്ട് മൊത്തം ഈ പൈസ ഉപയോഗിക്കുക, അതിനുവേണ്ടി ഇങ്ങനെ അൺലിമിറ്റഡ് ക്രെഡിറ്റ് എടുക്കുക, ക്രെഡിറ്റ് അവൈലബിൾ ആക്കുക ഗവൺമെൻറ്, അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. സാർ, ഇപ്പോൾ ബിഹേവിയർ ഫിനാൻസിനെ കുറിച്ചാണല്ലോ സാറ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു ഫിനാൻസ് പരമായ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും, അപ്പം ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു അഡ്വൈസ് സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും? എന്ത് അഡ്വൈസ് എനിക്ക് കൊടുക്കാൻ പറ്റും? എല്ലാവർക്കും എല്ലാം അറിയാം. ഓക്കെ, എന്നാലും ഞാൻ പറയാം. സി, നിങ്ങൾ ഡെറ്റുള്ള ആളുകളുണ്ടാവും, കടമുള്ള ആളുകളുണ്ടാവും. കടമുണ്ടെന്നുണ്ടെങ്കിൽ ആ കടം കറക്റ്റായിട്ട് എഴുതി വെക്കുക. എത്ര രൂപ കൊടുക്കാനുണ്ട്, ആർക്ക് കൊടുക്കാനുണ്ടെന്ന് അറിയാം. ഒന്ന് നമ്മളെ വന്ന് പിടിക്കും, അപ്പം നമുക്കറിയാം. പക്ഷേ എത്ര രൂപ കൊടുക്കാനുണ്ട്, എന്താണ് അതിൻ്റെ ഇൻട്രസ്റ്റ്, അത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ വലിയ ബാങ്ക്സിനും ഇവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് കുറഞ്ഞ ഇൻട്രസ്റ്റ് എടുത്തിട്ട് വലിയ ഇൻട്രസ്റ്റ് ഉള്ളത് ക്ലോസ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഓക്കെ, അതപ്പം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നോക്കണം ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ അത്. ചെറിയ ഇൻട്രസ്റ്റിന് പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, വലിയ ഇൻട്രസ്റ്റ് ഉള്ളത് ക്ലോസ് ചെയ്യുക. അങ്ങനെ ഒരു ഇത് തുടങ്ങുക. അതും കുറച്ച് ഡിസിപ്ലിൻ ഇല്ലാതെ പറ്റില്ല. ചെറിയ ഇൻട്രസ്റ്റിൽ ഒരു ലോണും കൂടെ അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് അത് ചെയ്യരുത്. അപ്പോൾ കുറച്ച് കൺട്രോൾ വേണം. കുറച്ച് ഇതുണ്ടെങ്കിൽ ആദ്യം എഴുതി വെക്കുക, പിന്നെ നമുക്ക് നോക്കാം. ആ ഫോക്കസ് അവിടെ വരുമ്പോൾ തന്നെ എനർജി അങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതിനെക്കുറിച്ച് നമ്മൾ മൈൻഡ്ഫുൾ ആകും. എഴുതി വെക്കുക എത്ര പേ ചെയ്യാനുണ്ടോ എന്നുള്ളത്. രണ്ടാമത്, സ്പെൻഡിങ്ങിൽ തന്നെ ഈ EMI കൺസ്യൂമിങ് സാധനങ്ങൾ മേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഫോൺ നമ്മളൊരു US കൾച്ചറിൽ ഫോൺ, എനിക്ക് US ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണിൻ്റെ കൂടെ തന്നെ കണക്ഷൻ കൂടെ കിട്ടും. ഇപ്പം ഈ മാസം $120 ഒരു ഫോണും കണക്ഷനും കൂടെ. ആപ്പിളിൻ്റെ പുതിയ വേർഷൻ വരുമ്പം ഒന്നുമില്ല, ഈ ഫോൺ കൊണ്ട് കൊടുക്കുക, പുതിയ അപ്ഡേറ്റഡ് വേർഷൻ എടുക്കുക. $120 എന്നുള്ളത് $140 ഒരു മാസത്തെ പേയ്മെൻറ്റാണ്. $20 ഒരു പുതിയ ഇങ്ങനെയാണ് അവിടെ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പം ആ ഒരു ട്രാപ്പിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു EMI ട്രാപ്പിൽ. EMI ഫോർ കൺസ്യൂമർ. ഓക്കെ, കാറ് മനസ്സിലാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വീട്, അതൊക്കെ. പക്ഷേ ഈ ചെറിയ ഫോൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ EMI ട്രാപ്പിൽ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഈ സൈഡിൽ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈഡിൽ പ്രോപ്പർ നോളജ് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാവുന്ന ആളുകളെ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള അറിയാവുന്ന ആളുകളെ അത് ഏൽപ്പിക്കുക. മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്, എന്നാലും അതൊരു ഓപ്ഷനാണ്. സി, അതൊരു ആക്റ്റീവ്ലി മാനേജ്ഡ് ഒരു സിറ്റുവേഷൻ അല്ല മ്യൂച്വൽ ഫണ്ട്. ഇപ്പം നിഫ്റ്റി 50 ഫണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് നിഫ്റ്റിയുടെ 50 ഷെയർസ് ഉണ്ട്. നിഫ്റ്റി 50യുടെ ഓരോ ഷെയർസിനും ഓരോ വെയിറ്റേജ് ആണ്. അപ്പോൾ എൻ്റെ ഫണ്ട് മൊത്തം ആ വെയിറ്റേജ് അനുസരിച്ചിട്ട് ഞാൻ കൊണ്ട് അവിടെ നിഫ്റ്റി 50 ഫണ്ടിലോട്ട് കൊടുക്കുക. എന്നിട്ട് 2.5 എന്തോ അവർ പറയുന്ന ആംഫി പറയുന്ന മാനേജ്മെൻറ്റ് ഫീസ് അവരെടുക്കും. ഇതൊന്നും ആക്റ്റീവ്ലി മാനേജർ അല്ല. അത് നിഫ്റ്റിയുടെ വെയിറ്റേജ് ഇവർ കുറച്ചിരിക്കും. ഡിവിഡൻഡ് കിട്ടുന്നതൊക്കെ മേടിച്ച് വെക്കും. അപ്പം അതൊരു ഒരു പ്രശ്നം. പക്ഷേ ബെറ്റർ ദാൻ ബാങ്ക് FDs. ഡെറ്റ് ഫണ്ട് ഓക്കെ, ഡെറ്റ് ഫണ്ടിൽ ചെയ്യാൻ പറ്റും, റിട്ടേൺ കുറവായിരിക്കും. പക്ഷെ അത് ഓക്കെ. ആസ് എ ഡൈവേഴ്സിഫിക്കേഷൻ ഡെറ്റ് ഫണ്ട്സ് ആർ ഓക്കെ, ബാങ്ക് നിഫ്റ്റീസ് ഓക്കെ. നോർമൽ മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇക്വിറ്റി കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, 96 rupees ഞാൻ റിലയൻസ് മേടിച്ചിട്ടുണ്ട്. 96 rupees. അന്നൊരു 100 റിലയൻസ് ഞാൻ മറന്നിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു. 1991 ജനുവരിയിൽ എന്തോ
ഹർഷദ് മേത്തയുടെ അത് വീണ സമയം 92 വീണ സമയത്ത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ടേ. അതെ. പക്ഷെ കിങ് ഫിഷർ, മറ്റേ സൈഡ് കിങ് ഫിഷർ, അങ്ങനെ JP അസോസിയേറ്റ് ഒരു 20 മറ്റേ സൈഡിലോട്ട് എനിക്ക് പറയാം, മറ്റേ ഷെയർസ് എനിക്ക് പറയാൻ പറ്റും പൊളിഞ്ഞ് അടഞ്ഞു പോയത്. അതുകൊണ്ട് അപ്പം പക്ഷേ നിങ്ങൾക്ക് ലോങ് ടേം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് പഠിക്കുക. വലിയ കാര്യമല്ല, പഠിച്ച് ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കുക, അതിന് പോസിബിലിറ്റീസിനെ കുറിച്ച് പഠിക്കുക, പഠിച്ച് ഗ്രാജുവലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. എക്സ്പെൻസ് കൺട്രോൾ ചെയ്ത് വെക്കുക. ഈ കൺസ്യൂമബിൾ എക്സ്പെൻസ് ആണ് വലിയൊരു, അതും വളരെ ഇല്ലോജിക്കലാണ്. അത് ഞാൻ പറയും. ഇപ്പം ഒരു മാസം ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ജിമ്മിൽ ഇവിടെ ഈ എറണാകുളത്ത് 2000 രൂപ 2500 രൂപ ഡീസൻ്റ് ഒരു ജിമ്മിൽ ഒരു മാസം, അത് കൊടുക്കില്ല. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് കൊടുക്കാനായിട്ട് വലിയ വിഷമമാണ്. ഈ 2500 രൂപയുടെ ഭക്ഷണം ഇന്ന് വൈകിട്ട് പോയിട്ട് ഒരു കുഴപ്പമില്ല. അത് അവിടെയാണ് ഈ ബിഹേവിയറൽ ഫൈനാൻസ്, പ്രിയോറിറ്റീസ്, ഹ്യൂറിസ്റ്റിക്സ്, റിസ്ക് മാനേജ് ഇതൊക്കെ വരുന്നത് അവിടെയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓവറോൾ ആയിട്ട് പറയാനുള്ളത്. So thank you so much, sir. It was nice talking to you.